സ്റ്റാർട്ട് ചെയ്തോ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. الحمد لله. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമസ്കാരത്തിനെ പറ്റിയിട്ടാണ്. ഞാൻ എന്താ ഈ ടോപ്പിക് തെരഞ്ഞെടുത്തതെന്ന് അറിയില്ല. അള്ളാഹു ആലം, അള്ളാഹിന്റെ തീരുമാനമായിരിക്കാം. പെട്ടെന്ന് മനസ്സിൽ വന്നതാണ് ഈ ഒരു ടോപ്പിക് പറയാന്നുള്ളത്. അപ്പൊ ഞാൻ ഈ ടോപ്പിക് പറയുന്നത് ഫിഖിഹായ കാര്യങ്ങളല്ല. നമസ്കാരം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഫിഖ് ആയിട്ടുള്ള കാര്യം, എങ്ങനെ നിസ്കരിക്കുക, എങ്ങനെ കൈയ്യട്ടുക, എങ്ങനെ എന്തോതുക, ഏത് റക്അത്തിൽ എന്തോതുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ഫിഖിഹായ സംഭവേ അല്ല. എനിക്കറിയില്ല ഈ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമെന്നും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്തിന് ബർക്കത്ത് നൽകട്ടെ. മെയിൻ ആയിട്ട് നമസ്കാരം എന്ന് പറയുന്നത്, സ്വല എന്ന് പറയുന്നത് നമ്മളെ ഈ ഉമ്മത്തിൽ രണ്ട് കാര്യങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. ഒന്നെങ്കിൽ നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലനെ പുകഴ്ത്തിയിട്ട് നിസ്കരിക്കുന്നുണ്ടാവില്ല. രണ്ടാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ നിസ്കരിക്കുന്നേ ഉണ്ടാവില്ല. ഈ രണ്ട് ഗ്രൂപ്പ് നമ്മൾ എവിടെയെങ്കിലും ആയിട്ട് ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ഇങ്ങനെ കൈയും കാലിട്ട് അടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിസ്കരിക്കുന്നേ ഉണ്ടാവില്ല. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് എന്തായാലും നമ്മൾ ഈ ഉമ്മത്തിലുണ്ട്. അപ്പൊ ഞാനിവിടെ പറയുന്നത് എന്താന്ന് വിചാരിച്ചാല്, ആദ്യം തന്നെ ഞാൻ മറന്നതിന്റെ മുമ്പ് ആദ്യം തന്നെ പറയാം, ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങളെ കുടുംബത്തിലോ നിങ്ങളെ ഫ്രണ്ട്സിലോ ആരെങ്കിലും നിസ്കരിക്കാത്ത ആരെങ്കിലായിട്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവരെ പറ്റിയിട്ടോ ഇവർ ഇങ്ങനെയാണ് നിസ്കരിക്കുന്നൊന്നുമില്ല ഒരിക്കലും ചിന്തിക്കണ്ട. ഞാൻ ഈ പറയുന്നത് ഞാനും നിങ്ങളും മാത്രമുള്ള കാര്യമാണ്. വേറെ ആൾക്കാരെ ഒന്നും ചിന്തിക്കുക ഇതാക്കിയ ഒന്നും വേണ്ട ഇൻഷാ അല്ലാഹ്. അപ്പം ഫസ്റ്റ് ആയിട്ട് എനിക്ക് പറയേണ്ട കാര്യം എന്താന്ന് വിചാരിച്ചാല്, എന്തുകൊണ്ടാണ് റമദാൻ മാസത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമസ്കാരത്തില് ഭയങ്കര കോൺസെൻട്രേഷനും ഭയങ്കര നിസ്കരിക്കാൻ ഭയങ്കര തിരക്കൂട്ടലും ഇതാക്കലും ഉണ്ട്, പക്ഷെ റമദാൻ മാസം കഴിഞ്ഞാല് പിന്നെ നമസ്കാരം എന്ന് പറയുന്നത് ഒരു സാധാ പോലെ. അതെന്തുകൊണ്ടാണ് റമദാൻ മാസത്തിന് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്, നമസ്കാരത്തിന് രണ്ടാമതൊരു പ്രയോറിറ്റി വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണം. ഞാൻ പറയുന്നത് റമദാൻ മാസം ഭയങ്കര അല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫസ്റ്റ് നമസ്കാരമാണ്. എന്ത് വന്നാലും ഫസ്റ്റ് നമസ്കാരമാണ്. ഇത് മാറ്റിയത് ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയിട്ടില്ല, നമ്മളാണ് മാറ്റിയത്. നമുക്ക് നോമ്പ് നമസ്കാരത്തിനേക്കാളും ഭയങ്കര നോമ്പായി. ഇപ്പൊ ആരെങ്കിലും നോമ്പെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതെങ്ങനെ അങ്ങനെ നോമ്പെടുക്കാണ്ടിരിക്കുന്നേ, അങ്ങനെ നോമ്പെടുക്കാണ്ട് നിൽക്കുക, ഇതെന്ത് ഇത്രയും ഇതായിട്ട് നോമ്പെടുക്കാണ്ട് നിൽക്കോ? പക്ഷെ ഒരാളെ നിസ്കരിക്കുന്നില്ല എന്ന് കേൾക്കുമ്പോൾ അത്ര ഭയങ്കര നമുക്ക് ആ ഒരു നോമ്പെടുക്കാത്തതിന്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടൂല. കാരണം നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ മാറിപ്പോയത്? അതായത് ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും നമസ്കരിക്കുന്നില്ല എന്നുള്ള ആരെങ്കിലും കണ്ടില്ലെങ്കിൽ ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യരുത്. ഓ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഓന് നിസ്കരിക്കുന്നില്ല. ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ചില ആൾക്കാരുണ്ടാവും, നമ്മളെ മക്കളോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കളെയും കാക്കട്ടെ, മക്കള് ചിലപ്പോൾ നിസ്കരിക്കാത്ത മക്കളൊക്കെ ഉണ്ടാവാം. നമ്മളിവിടെ നിസ്കരിച്ചിട്ടുണ്ടാവും, അവർ നിസ്കരിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഒരിക്കലും അവരെ താഴ്ത്തി കാണരുത്. നമുക്ക് പറയാനുള്ള, ചെറിയ മക്കളാണെങ്കിൽ നമുക്ക് ഫോഴ്സ് ചെയ്യാം, പക്ഷെ വലിയ ആൾക്കാരെ നമുക്ക് പറയാനുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ. കാരണം ഒരിക്കലും ജഡ്ജ് ചെയ്യരുതെന്ന് പറയാൻ കാരണം, എന്റെ അറിവിൽ തന്നെ എത്രയോ ആൾക്കാരുണ്ട്, ആദ്യം അള്ളയില്ല നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഭയങ്കരമായിട്ട് നിസ്കാരത്തിൽ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഈവൻ ദായി ആയ ആൾക്കാർ വരെ ഉണ്ട്. അതുകൊണ്ട് നമുക്കറിയില്ല ആരവസാനം എങ്ങനെയാണ് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ആരും ജഡ്ജ് ചെയ്യണ്ട, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ നിസ്കരിക്കേണ്ടത്, ഏത് രീതിയിലാണ് നിസ്കരിക്കേണ്ടത്, ഇതൊന്നുമല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പിന്നെയും പറയുന്നതാണ്, ഞാൻ ഫിഖി കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. എന്തിനാണ് നിസ്കരിക്കുന്നത്, ഈ ഒറ്റൊരു കാര്യം മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നത്, എന്തിനാ നിസ്കാരത്തിന് ഇത്രയും ഇമ്പോർട്ടന്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. അപ്പം ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് ബേസ് തന്നെ തുടങ്ങാം. ആദ്യം നമ്മൾ ബേസ് സെറ്റ് ആക്കിയിട്ട് വേണമല്ലോ മേലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. സ്വല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? സ്വല മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിസ്കാരം എന്ന് പറയും, പക്ഷെ അതേ അല്ല, അതൊരു ഭാഗം മാത്രമാണ്. സ്വല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ബന്ധം. ഓ, ബന്ധം ചേർക്കല്. ബന്ധം ചേർക്കല്. ഓക്കെ, കണക്ഷൻ. പിന്നെ പ്രവേശിക്കല്. ഓക്കെ, തീർന്ന? കണക്ഷൻ. ഓക്കെ. സ്വല എന്ന് പറഞ്ഞാല് അതിന് 5 അർത്ഥം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തേത് നമുക്ക് ഒന്നൊന്നായിട്ട് പോകാം. ഒന്നാമത്തെ കാര്യം ഞാനൊരു ഹദീസ് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളെ ഭക്ഷണത്തിന് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്താല്, ക്ഷണിച്ചാല് നിങ്ങൾ എന്താക്കുക, ആ ക്ഷണം സ്വീകരിക്കുക, ഭക്ഷണം കഴിക്കുക. എന്നാലും നിങ്ങൾ നോമ്പുകാരനാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലി, അവർക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യാന്നാ പറഞ്ഞത്. സ്വല്ലി എന്ന് പറഞ്ഞാൽ ദ്വാ ചെയ്യുക.
പണ്ഡിതന്മാരുടെ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സ്വലാ എന്ന് പറഞ്ഞാൽ ദുആ ആണെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമ്മൾ ചോദിക്കുന്നതാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്, നമ്മളെ ക്ഷണിക്കുന്നതാണ് അള്ളാഹിന്റെ അടുത്തേക്ക്. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ ഫസ്റ്റത്തെ അർത്ഥം എന്ന് പറയുന്നത്, സ്വലാന്റെ ഫസ്റ്റത്തെ മീനിങ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ക്ഷണിക്കുന്നതാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടില്ല നിങ്ങൾ 5 മിനിറ്റ് നിസ്കരിക്കണോ, 2 മിനിറ്റ് നിസ്കരിക്കണോ, അരമണിക്കൂർ നിസ്കരിക്കണോ, 1 മണിക്കൂർ നിസ്കരിക്കണോ ഒന്നും അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടില്ല. ഇന്ന ടൈം ആയാൽ നീ എന്റെ അടുത്തേക്ക് വരിക. ഇത് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. ഇത്രയും 24 മണിക്കൂറുണ്ട്, അതിൽ ഇന്ന ടൈം ആയാൽ 12:30 ആയാൽ നീ എന്റെ അടുത്തേക്ക് എത്തിയിരിക്കണം. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. അള്ളാന്റെ ക്ഷണാണ്, അള്ളാഹ് നമ്മളെ ക്ഷണിക്കുന്നതാണ്. ഒന്നും വേണ്ട, നമുക്ക് നോക്കാം. മൂസാ നബി അലൈഹിസ്സലാം ആ ഒരു വെളിച്ചം കണ്ടപ്പോ അങ്ങ് മലേന്റെ മേലെ കയറിയപ്പം അള്ളാഹു സുബ്ഹാനഹു തആല ഞാൻ അള്ളാഹു ആണെന്ന് പറഞ്ഞപ്പോ മൂസാ നബിനോട് ചോദിക്കണം നിന്റെ കയ്യിൽ എന്താണെന്നുള്ളത്. അപ്പൊ മൂസാ നബി എന്താ പറഞ്ഞത്? ഇത് വടിയാണ്, ഈ വടി ഇതിനു വേണ്ടി ഉപയോഗിക്കും, അതിനു വേണ്ടി ഉപയോഗിക്കും, അങ്ങനാക്കും ഇങ്ങനാക്കും. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അറിയില്ല അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്തിനായിരിക്കും മൂസാ നബി അലൈഹി സ്വലാം ഇത്രയും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ഈ വടീനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തിനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഈ വടി അതിനാണ്, ഇതിനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആർക്കെങ്കിലും അറിയോ? നിങ്ങൾ ഖുർആൻ പഠിക്കുന്ന ആൾക്കാരല്ല. അത്രയും കൂടുതൽ അള്ളാഹിനോട് സംസാരിക്കാൻ ഇഷ്ടമായി, പെട്ടെന്ന് ഇഷ്ടമാണ്. അത്രയും നേരം എനിക്ക് അള്ളാന്റെ കൂടെ നിൽക്കാലോ, അള്ളാന്റെ കൂടെ എനിക്ക് സംസാരിക്കാലോ എന്നുള്ള ആ ഒറ്റൊരു നിയത്താണല്ലേ. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ക്ഷണിക്കുന്നതാണ്. 2 കാര്യമുണ്ട് നമുക്ക് മൂസാ നബിന്റെ കയ്യിൽ കിട്ടുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു സുബ്ഹാനഹു തആല ഇന്ന ദിവസം വരാൻ പറഞ്ഞപ്പോൾ മൂസാ നബി കുറച്ച് നേരത്തെ പോയി. അപ്പൊ നമുക്ക് 2 കാര്യം തീരുമാനിക്കാം. ഒന്നെങ്കിൽ എനിക്ക് നേരത്തെ വെയിറ്റ് ചെയ്യാം അള്ളാഹു സുബ്ഹാനഹു തആലന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്നെ ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല വിളിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുന്നേ എനിക്ക് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിളിച്ച ഉടനെ എന്താക്കാം, എനിക്ക് പോവാം. എന്നിട്ട് എനിക്ക് തീരുമാനിക്കാം അള്ളാഹു സുബ്ഹാനഹു തആലന്റെ കൂടെ എനിക്ക് എത്ര നേരം നിൽക്കണം എന്നുള്ളത്. വേഗം 2 മിനിറ്റ് കൊണ്ട് പണി നിർത്തിയിട്ട് എനിക്ക് ബാക്കി പണിക്ക് പോകണോ, അല്ലെങ്കിൽ കുറച്ചു നേരം എനിക്ക് എന്റെ റബ്ബിനോട് എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കണം എന്നുള്ളത് നമുക്ക് അത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വിട്ടെന്നൊരു കാര്യമാണ്. അള്ളാഹ് ഒരിക്കലും പറഞ്ഞില്ല ഇത്ര നേരം 10 മിനിറ്റ് 1 മണിക്കൂർ നീ എന്റെ അടുത്ത് നിന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന സമയമാകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കും, നീ എന്റെ അടുത്തേക്ക് വരണം. അള്ളാഹു സുബ്ഹാനഹു തആലന്റെ ഇഷ്ടം അവിടെ കാണിക്കുന്നത്. അതായത് അള്ളാഹു സുബ്ഹാനഹു തആലന്റെ അടിമൻ ഇങ്ങനെ വിളിക്കുന്നതാണ്, നീ എന്റെ അടുത്തേക്ക് എന്നോട് സംസാരിക്കുക എന്നുള്ളത്. അപ്പൊ ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലന്റെ ക്ഷണനാണ്, അതായത് അള്ളാഹ് നമ്മളെ വിളിക്കുന്നതാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ദുആ ആണ്, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുന്നതാണ്. അതിന് നമ്മുടെ നസ്താഖ്യത്തിൽ പലതും എന്താ ദുആ ചെയ്യുന്നതാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലനെ പുകഴ്ത്തുന്നതാണ്. ആ നമസ്കാരത്തിലൊക്കെയും അള്ളാഹു സുബ്ഹാനഹു തആലനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ ആണ്, ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള ഒരു കണക്ഷൻ. അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ ആണ്, ഞാൻ പൊറുക്കലിന് വേണ്ടിയിട്ട് തേടുന്നതാണ്. അതായത് ഞാൻ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, യാ റബ്ബേ നീ എനിക്ക് പുറത്തു താന്നുള്ളത്. അപ്പം ഇനി നമസ്കാരത്തിലേക്ക് നിങ്ങൾ പോകുന്നതിന്റെ മുമ്പ് ഇതൊക്കെയും നിങ്ങളെ മൈൻഡിൽ ഇങ്ങനെ കയറണം. അല്ലാതെ വെറുതെ പോയിട്ട് നമസ്കരിക്കാൻ പോകുന്ന അങ്ങനെ പറയരുത്. എന്റെ റബ്ബ് എന്നെ വിളിക്കുന്നതാണ്, എന്റെ റബ്ബ് എന്നെ ക്ഷണിക്കുന്നതാണ്. ഇപ്പൊ നമ്മളെ ഒരാൾ കല്യാണത്തിന് വിളിച്ചാലും നമ്മൾ അയ്യോ കല്യാണത്തിന് വിളിച്ചതല്ലേ എന്തായാലും പോകണ്ടേ അല്ലെങ്കിൽ മോശമല്ലേ എന്ന് പോകും. അപ്പൊ എന്തൊക്കെ നിക്കാഹിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് അവിടെ എത്തേണ്ടി ആ ഒരു തിരക്കൊക്കെ നമ്മൾ കൂട്ടും. പക്ഷെ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ വിളിക്കുന്ന സമയത്ത് അത്രയും ഒരു തിരക്ക് നമ്മൾ കൂട്ടാത്തത്? കല്യാണത്തിന് വേണമെങ്കിൽ രാവിലെ തന്നെ വരുമ്പോൾ വിളിച്ചിട്ട് വരുമ്പോൾ അങ്ങ് പോണ്ടേ ഇവിടെ പോണ്ടേ തിരക്കാണ്, അങ്ങനെ ഫുൾ തിരക്കായിരിക്കും അന്നേ ദിവസം. 2 കല്യാണം ഉണ്ടെങ്കിൽ നമുക്ക് 5 നേരം അല്ലാഹു സുബ്ഹാനഹു തആലയായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. അള്ളാഹ് വിളിക്കുന്നതാണ്. എന്നിട്ട് എന്ത് നമുക്ക് ആ ഒരു ഇനി അടുത്ത അള്ളാഹിന്റെ അടുത്തേക്ക് പോണ്ടേ, അടുത്ത അള്ളാഹ് വിളിക്കുന്നില്ലേ, ആ ഒരു അപ്പോയിന്റ്മെന്റിന് നമ്മൾ എന്തുകൊണ്ടാണ് കൊതിക്കാത്തത്? അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നിസ്കരിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ മനസ്സിൽ കാണാം. ഞാൻ ദുആ ചെയ്യുന്നതാണ്, ഞാൻ അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്നതാണ്, എന്റെ കണക്ഷനാണ്, അള്ളാഹ് എന്നെ വിളിക്കുന്നതാണ് അള്ളാഹിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഖുർആനിൽ എത്ര പ്രാവശ്യം നമസ്കാരത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്? 60-നെക്കാളും കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കിയാല് നമുക്ക് കാണാൻ പറ്റും ഒരേ ഒരു ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു എക്സ്ക്യൂസും തരാതെ എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞ ഒരേ ഒരു ഇബാദത്ത് നമസ്കാരം മാത്രം. അതായത് ഇപ്പൊ നമ്മൾ നോക്കുന്നതാണെങ്കിൽ സക്കാത്ത് നോക്കുന്നതാണെങ്കിൽ ഒരു മിനിമം എമൗണ്ട് വേണം അല്ലെ, അതിന്റെ ടൈമിന്റെ ഉള്ളിലാണെങ്കിൽ കൊടുത്താൽ മതി. ഹജ്ജ് ആണെങ്കിൽ പറ്റുന്ന ആൾക്കാർ ചെയ്താൽ മതി. നോമ്പാണെങ്കിൽ യാത്രയിലാണോ പ്രശ്നമില്ല, പിന്നീട് ചെയ്താൽ മതി. പക്ഷെ നമസ്കാരാണെങ്കിൽ യാത്രയായിക്കോട്ടെ, സുഖില്ലെങ്കിൽ ആയിക്കോട്ടെ, ഹെൽത്ത് ആണെങ്കിൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ നമസ്കാരം നിർബന്ധം. പക്ഷെ നമസ്കരിക്കുന്ന വേ മാറുന്നു മാത്രമേ ഉള്ളൂ, പല രീതിയിലായിരിക്കും. അതായത് ഇസ്തിഖാർക്കാണെങ്കിൽ വേറെ രീതിയായിരിക്കും, ജനാസക്കാണെങ്കിൽ വേറെ രീതിയായിരിക്കും, അങ്ങനെ ഓരോരോ വേ ആയിരിക്കും. പക്ഷെ എന്റെ ലൈഫിൽ ഒരു ഭാഗമാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല
എല്ലാ നബിമാരോടും നമസ്കരിക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആയിക്കോട്ടെ, ഈസാ നബി അലൈഹി ഇസ്ലാം ആയിക്കോട്ടെ, മൂസാ നബി അലൈഹി ഇസ്ലാം ആരായിക്കോട്ടെ, എല്ലാവരോടും നമസ്കരിക്കണം എന്നുള്ള ആ ഒരു ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സൂറത്തു മറിയം നോക്കിയാൽ ശരിക്കും മനസ്സിലാവും. സൂറത്തു മറിയമിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാരെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നതിന് ശേഷം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഫഖലഫ മിൻ ബഅദി ഖൽഫൻ. നമ്മളെ പറ്റിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നീട് കുറച്ച് തലമുറകൾ വന്നു. നമ്മൾ കുറെ നബിമാർ കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ തലമുറകൾ അടുത്ത ജനറേഷൻ വന്നു. എന്നിട്ട് എന്താ ആയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവർ നമസ്കാരം വിട്ട് കളഞ്ഞു. അതായത് അതുവരെ നമസ്കാരത്തിനെ പറ്റി പറഞ്ഞ എല്ലാ നബിമാരോടും പറഞ്ഞ കാര്യം നമസ്കാരം 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 നമസ്കാരം. പിന്നീട് ഒരു ജനറേഷൻ വന്നു, പിന്നീട് ഒരു തലമുറ വന്നു, അവർ നമസ്കാരത്തിന് വിട്ട് കളഞ്ഞു, ലൂസാക്കി. അവർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിട്ടില്ല. അത് വലിയ കാര്യമാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് നമസ്കാരം ഭയങ്കര കാര്യം, നമുക്ക് വല്ല പ്രശ്നമൊന്നുമില്ല. ശരിക്കൊന്ന് ഡീപ്പായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. എത്ര പ്രാവശ്യം നിങ്ങൾ ഞാൻ എമർജൻസി കേസിന്റെ കാര്യമല്ലേ പറയുന്നത്, വെറുതെ നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്നുണ്ട്, അത്ര സീരിയസ് ആയ കാര്യങ്ങളൊന്നും അല്ല, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നുണ്ട്, എന്റെ അടുത്തേക്ക് വാ, വിജയത്തിലേക്ക് വാ എന്ന് പറയുമ്പോൾ എത്ര ആൾക്കാർ യാ അല്ലാഹ് നീ വിളിക്കുന്നുണ്ട് ഞാൻ പോണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു തിരക്കിട്ടിട്ട് നമ്മൾ പോയിട്ടുണ്ട്. എത്ര ആൾക്കാർ ഉള്ളിൽ തട്ടിട്ട് പറയാൻ പറ്റും യാ റബ്ബേ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, നീ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവർ നമസ്കാരത്തിനെ ലൂസായിട്ട് കണ്ട്, അവർ അതിന് അത്ര വലിയ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടില്ല. അവർ എന്തിനാ ഇമ്പോർട്ടന്റ് കൊടുത്തത്? അവർ അവരുടെ നഫ്സിന് ഭയങ്കരമായിട്ട് അവരുടെ ആഗ്രഹങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് കൊടുത്തു. അതായത് ഞാനിപ്പോ ഫോൺ കാണുന്നതാണെങ്കിൽ ഞാൻ എന്റെ ആഗ്രഹം ഇപ്പൊ ഫോൺ കണ്ടുകൊണ്ടിരിക്കാന്നാണ്. വിജയത്തിലേക്ക് പോകാന്ന് പറയുമ്പോൾ അടുത്ത ഞാൻ കുറച്ച് കഴിയട്ടെ എന്നുള്ള ആ ഒരു ഇതിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അവർ ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പണിഷ്മെന്റ് കിട്ടും എന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാക്കട്ടെ. ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങളെ മക്കളെയോ ഹസ്ബൻഡിനെയോ ഒരാളെയും ചിന്തിക്കണ്ടേ, നമ്മളെ തന്നെ ചിന്തിക്കുക. ഞാൻ ഈ സംസാരിക്കുന്നത് ഞാൻ എന്നെ പറ്റിയിട്ടാണ്, നിങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങളാണോന്നും കൂടി മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തുൽ അൻകബൂത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ നമസ്കാരം നിലനിർത്തിയാൽ എന്താവും? തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു. നമസ്കാരം നമ്മളെ പ്രിവെന്റ് ചെയ്യുന്ന, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഈ നമസ്കാരം നമുക്കൊരു മറയായിട്ട് വരും. അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ എന്തെങ്കിലും ഇപ്പം ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞപാട് ആരെങ്കിലും ഏതെങ്കിലും എന്റെ ഫ്രണ്ട് ഫോൺ വിളിച്ച് മറ്റോളെ പറ്റിയിട്ട് കുറ്റം പറയുന്നതാണെങ്കിൽ, ഞാൻ അതും കേട്ടിരിക്കുന്നതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ നമസ്കാരം കറക്റ്റ് ആയിരുന്നില്ല. ഇനിയിപ്പോ നിസ്കാരം കഴിഞ്ഞപാട് ഞാൻ പോയിട്ട് എന്തെങ്കിലും വേണ്ടാത്ത റീൽസോ വേണ്ടാത്ത സിനിമ പോയിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ നിസ്കാരം കറക്റ്റ് ആയിരുന്നില്ല. കാരണം എന്റെ നിസ്കാരം എന്നെ പ്രിവെന്റ് ചെയ്തില്ല. അപ്പം എന്തോ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ നമസ്കാരത്തിൽ. എന്തുകൊണ്ടാ നമ്മൾ ചെയ്യുന്ന തെറ്റിൽ നിന്ന് നമ്മൾ ഈ നമസ്കാരം രക്ഷിക്കാത്തത്, ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടാത്തത്? അപ്പൊ അതിന്റെ അർത്ഥം എന്തോ എവിടെയോ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ നമസ്കാരത്തിന് എന്തായിട്ട് കണ്ടു? ഒരു ശീലാക്കിയിട്ട് മാറ്റി. ളുഹറിന് വാങ്ങ് കൊടുക്കുമ്പോൾ ഓക്കെ ളുഹറിന് പോയിട്ട് നിസ്കരിക്കുക, അസർ വാങ്ങ് കൊടുക്കുമ്പോൾ അസർ പോയിട്ട് നിസ്കരിക്കുക. ഇബാദത്താണെന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ മാറ്റി. നേരെ മറിച്ച് അതൊരു ശീലാക്കി, ജസ്റ്റ് നമ്മൾ കരുതി കൂട്ടിട്ടല്ല, അതൊരു ശീലം. നമ്മൾ ചെറുതിലേ അങ്ങനെ ശീലിച്ച് അത് പിന്നെ ഇങ്ങനെ ശീലാക്കിയിട്ട് ഇങ്ങനെ വന്നു. ശരിയായ ഒരു അള്ളാന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള ഉള്ള തട്ടിച്ചുള്ള ആ ഒരു ബോധം നമ്മളിൽ ഇല്ലാണ്ടായി. അതുകൊണ്ട് നമ്മൾ നോക്കുക എങ്ങനെയാണ് എനിക്ക് നമസ്കാരത്തിന് ശരിയായ ഹക്ക് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ നിങ്ങളെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നു. ഗസ്റ്റ് വന്നു കഴിഞ്ഞാല് ഗസ്റ്റിന് നമ്മൾ ഫുഡെല്ലാം ആക്കി കൊടുത്തൊക്കെ കഴിഞ്ഞാല് ഗസ്റ്റ് പോയി കഴിഞ്ഞാല് നമ്മളെ ചോദിക്കൂലേ ഭക്ഷണം നമ്മുടെ ആൾക്കാരില്ല ഭക്ഷണം എങ്ങനെ ഉണ്ട്, നല്ല അവർക്ക് ഇഷ്ടമുണ്ടാവൂലേ? അവർ നല്ലതിൽ തന്നെ നമ്മൾ നല്ല വൃത്തിക്ക് നോക്കി അവർക്ക് സന്തോഷമായി നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ ഞാൻ ചെയ്യുമല്ലോ, നല്ല ഭക്ഷണം കൊടുത്തിട്ടില്ല, അങ്ങനെ നമുക്കൊരു സമാധാനമല്ലേ? അപ്പൊ എന്തുകൊണ്ട് ഓരോ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്തേ നമ്മൾ അവിടെ ഇരുന്നിട്ട് ചോദിക്കാതെ യാ അല്ലാഹ് ഞാൻ ശരിക്കല്ല നിസ്കരിച്ചത്, ഇത് ഓക്കെ അല്ലേ, എന്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് യാ റബ്ബേ. ഇപ്പൊ നമ്മൾ നിസ്കരിച്ചതിനോട് പറയുന്ന അസ്തഗ്ഫിറുല്ലാഹ് വരെ, നിസ്കരിച്ചതിനോട് നമ്മൾ പറയൂല അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അതുവരെ വായ അനക്കുന്നത് മാത്രമേ എന്റെ മനസ്സ് തട്ടിയിട്ട് പറയാൻ പറ്റാത്ത എല്ലാവർക്കും. അതായത് ഇപ്പൊ ഞാൻ അവിടെ തന്നെ ഇരുന്നിട്ട് എന്താ ഞാൻ ചോദിക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അല്ലാഹ് ഇത് കറക്റ്റ് തന്നെ ഞാൻ നിസ്കരിച്ചത്, ഇത് നീ ഏറ്റെടുത്തിട്ടില്ല, ഞാൻ എന്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാ ചെയ്തത്, എനിക്ക് ഇഷ്ടമായിട്ട് സന്തോഷിച്ചിട്ടില്ല ഞാൻ എന്റെ ഈ നിസ്കാരത്തില്. ജസ്റ്റ് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. അവിടെ ആ നിസ്കാര പടത്തിൽ ഇരിക്കുന്ന സമയത്ത് നമസ്കാരം കഴിഞ്ഞ അവിടെ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു നോക്ക്, ഉത്തരം തരും, അല്ലാഹു സുബ്ഹാനഹു വ തആല തരും നമുക്ക്. അപ്പം മനസ്സിലാക്കുക ഫസ്റ്റത്തെ കാര്യം, ഞാൻ വേറെ ആളെ മുമ്പിലല്ല നിൽക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ. മാലിക്കുൽ മുൽക്കൽ മലീക്, ഈ ആകാശവും ഭൂമിയും അതിന്റെ ഇടയിൽ എല്ലാത്തിന്റെയും കൺട്രോളുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധം ഉണ്ടായിരിക്കണം.
അതായത് എത്ര ഞാൻ എന്നെ തന്നെ നോക്കുന്നോ, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ എന്നെ തന്നെ നോക്കുമെന്നോ അത്രയും ഞാൻ ചേഞ്ച് ആവും. നമസ്കാരം എന്ന് പറയുന്നത് ഈമാനിന്റെ ഒരു സൈനാണെന്ന് പറയുന്നുണ്ട്. അതായത് ആരെങ്കിലും ഇപ്പൊ ഫുള്ളായിട്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസ് ആണ് അല്ലെ, ആരെങ്കിലും ഫുള്ളായിട്ട് നമസ്കാരം റിജക്ട് ചെയ്തില്ലെങ്കിൽ, ഫുള്ളായിട്ട് ഒഴിവാക്കിയെങ്കിൽ, നിസ്കാരം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കാഫിറാവും അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും രക്ഷിക്കട്ടെ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. കാരണം അങ്ങനെ പറഞ്ഞാൽ പിന്നെ അവർ ആ ഒരു മുസ്ലിം കാറ്റഗറിയിൽ പെടാതെയാവും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയക്കുന്നത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലേ, നീ പോകുന്നത് ഗ്രന്ഥം ലഭിച്ച ആൾക്കാരുടെ അടുത്തേക്കാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുക. അവർക്ക് അതിൽ ബോധ്യം വന്ന് കഴിഞ്ഞാല് നമസ്കാരത്തിനെ പറ്റിട്ട് പറയാം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടത് എന്നുള്ളത്. അപ്പൊ അവിടെയും നമസ്കാരമാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും 5 നേരത്തെ നമസ്കാരം നിർബന്ധാക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാലേ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മുമ്പും കാബന്റെ ചുറ്റും നിന്നിട്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് ഖുറൈശികള് കച്ചറിയും വേസ്റ്റ് ഒക്കെ മേത്ത് എറിയാറുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ട്. പക്ഷെ 5 നേരത്തെ നമസ്കാരം നിർബന്ധാക്കിയത് ഈ ഒരേ ഒരു നമസ്കാരമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, മിഅ്റാജിന്റെ അന്ന് നിർബന്ധാക്കിയത്. എന്തുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നമസ്കാരം മാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശത്ത് വിളിച്ചിട്ട് 7 ആകാശത്തിന്റെ മേലെ പോയിട്ട് ഈ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞത്? എന്തുകൊണ്ട് ഹജ്ജില്ല? എന്തുകൊണ്ട് നോമ്പില്ല? എന്തുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് നിസ്കാരത്തിനുള്ളത് കൊണ്ട്. അത്രക്കും ഇമ്പോർട്ടന്റ് നമസ്കാരത്തിനുള്ളത് കൊണ്ട് നമ്മക്കല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആ ഒരു നമസ്കാരം അത്രയും വാല്യൂ ഉള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ നിസ്കരിക്കുന്നത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഇബാദത്താണ്. അള്ളാഹ്ക്ക് അത്രയും വാല്യൂ ഉള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിളിച്ചിട്ട് കൊടുത്തത്. നമ്മൾ പറയും നിസ്കാരത്തിന് അത്രയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ മനസ്സിലാക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത്രയും വാല്യൂ ഉണ്ട് എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ പിന്നെയും ആ ഒരു ലെവലിൽ നമ്മൾ എന്തുകൊണ്ട് എത്താൻ പറ്റാത്തത്? എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കി ഭാഗത്തിൽ വരുമ്പം 5 നേരത്തെ നമസ്കാരം ആക്കി എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് എത്തിയപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം എന്താ പറഞ്ഞതില്ലേ? ഇല്ല, അതും കുറക്കാൻ പറ, അവർക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. സത്യമല്ലേ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്? നമുക്ക് 5 നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത് ഒരു മടിയും കാര്യങ്ങളും, ആ ഒരു ശരിയായ ഒരു അള്ളാനെ ഇഷ്ടപ്പെട്ടിട്ട് യാ റബ്ബേ ഞാൻ എനിക്ക് കൊതിക്കുന്നത് എത്രയും പെട്ടെന്ന് ബാങ്ക് കേൾക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു രീതിയിൽ നമ്മൾ ആരും വരുന്നില്ലല്ലോ. പക്ഷെ ആരും വരുന്നുണ്ടെങ്കിൽ ഹയർ. അടുത്തത് ലാസ്റ്റ് ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു കാര്യമാണല്ലോ, സ്വലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ. വേറൊരു റിപ്പോർട്ടിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ അസുഖം ഭയങ്കരമായിട്ട് ബാധിച്ചപ്പം ഈ ഹാർട്ട് മാത്രം ബീറ്റ് ചെയ്യുന്ന സമയത്ത് വായന സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. ആ സമയത്തും വായ അനങ്ങുന്നത് അസ്വല 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 എന്നായിരുന്നു. നമസ്കാരം 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 എന്ന് മാത്രമായിരുന്നു പറയുന്നുണ്ടായത്. അപ്പൊ ഇങ്ങനൊക്കെ ആണെങ്കിൽ നമ്മൾ എവിടെ ഒരു ജനറേഷൻ വന്നു, അതായത് നമ്മൾ വന്നു, നമസ്കാരത്തിന് എന്തായിട്ട് കണ്ടു? ലൂസായിട്ട് വിട്ട് കാണും. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് വിചാരിച്ചാല് സ്വന്തം മകളുടെ കല്യാണത്തിനാണെങ്കിൽ ആ ഉമ്മ ആ മകളോട് പോയി പറയുന്ന വരില്ല എന്തേ നിസ്കരിക്കണ്ടേ എന്നുള്ളത്. ഒരു അത്രയും വലിയൊരു ദിവസത്തില് അങ്ങനത്തെ ഒരു കാര്യം ആ ഒരു ഉമ്മ ചോദിക്കുന്നില്ല. അത്രത്തോളം എത്തി നമസ്കാരം കുറച്ചേക്ക് നമസ്കരിക്കുക എന്നുള്ള ആ ഒരു ലെവലിൽ നമ്മൾ നമസ്കാരം മാത്രമാണ് എല്ലാ ഇബാദത്തുകളുടെയും ലീഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ എന്നും നമസ്കാരം ആയിരിക്കണം ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത്. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ നമുക്ക് നോമ്പന്നെ എടുക്കാം. നോമ്പിനും നിങ്ങൾ ഇഷാ നമസ്കരിച്ചിട്ടുണ്ട് അല്ലെ? ഇഷാ നമസ്കരിച്ചിട്ടുണ്ട്, തറാവി നമസ്കരിച്ചിട്ടുണ്ട്. നോമ്പിന് ഇഷാന്റെ സമയത്ത് നിങ്ങൾ എത്ര പെട്ടെന്ന് ഓടുന്നുണ്ട് പള്ളിയിലേക്ക്. ഇനി പള്ളിയിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടെങ്കിലും അതൊക്കെ അവിടെ ഇട്ടിട്ട് വേഗം ബാങ്ക് കൊടുത്തവാട് ഓടുന്നുണ്ട് അല്ലെ? നോമ്പ് കഴിഞ്ഞിട്ടും ഇഷാ നമസ്കാരം സെയിം തന്നെയല്ലേ? ഇഷാന്റെ അതേ ടൈം തന്നെയല്ലേ നോമ്പ് കഴിഞ്ഞിട്ടുണ്ടായത്? 4 റക്അത്ത് തന്നെയല്ലേ ഉണ്ടായത്? അപ്പൊ നമ്മൾ എന്തിനാ പ്രയോറിറ്റി കൊടുത്തത്? ആ റമളാൻ മാസത്തിനാണോ നമസ്കാരത്തിനാണോ? റമളാൻ മാസത്തിന് പ്രയോറിറ്റി ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പ്രയോറിറ്റി നമസ്കാരത്തിനായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് റമളാൻ മാസത്തിൽ നമുക്ക് ഇഷായിന് നേരത്തെ പോകണം, നേരത്തെ ഇതാക്കണം, നിസ്കരിക്കണം എന്ന് തോന്നി നമുക്ക് നേരെ റമളാൻ മാസം കഴിഞ്ഞപ്പം ഇഷാ നിസ്കാരം ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ, ഈ അടുക്കള ക്ലീൻ ആക്കട്ടെ എന്നുള്ള തോട്ട് വരാനുള്ള കാരണം എന്താണ്? നമ്മളോട് ഒന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്യ അലൈഹിസ്സലാം നബിയോട്
5 കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളത്. എന്നിട്ട് ഇസ്ലാമിലെ ആൾക്കാരോടും പറഞ്ഞെന്നുള്ളത്, അതായത് നമസ്കരിക്കാം, നമസ്കാരം നിലനിർത്തുക. എന്നിട്ട് നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മനസ്സിലാക്കുക നിങ്ങളെ മുഖം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലാണ് ഉള്ളത് എന്നുള്ളത്. എത്രത്തോളം അതുകൊണ്ട് എന്താക്കുക, നിങ്ങൾ അനങ്ങരുത് എന്ന് പറയുന്നുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത്. ഒന്നാമത്തെ കാര്യമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത്. രണ്ടാമത്തെ കാര്യമാണെങ്കിൽ മനസ്സ് അവിടെ ഇവിടെയും പോകാൻ പാടില്ല എന്നുള്ളത്. നിങ്ങൾ എപ്പം നിങ്ങളുടെ മനസ്സ് വേറെ സ്ഥലത്തേക്ക് പോയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നമ്മളെ നോക്കൂല. നമ്മൾ അതിൽ തന്നെ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. എന്റെ മനസ്സ് എപ്പം വഴി മാറുന്നോ അന്നേരം അല്ലാഹു സുബ്ഹാനഹു വ തആലയും അങ്ങോട്ടേക്ക് മാറും. അതെങ്ങനെയാ മാറാ, ഏത് രീതിയിലാണെന്നോ അല്ലാഹു അഅലം. ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നമ്മളെ ഉമ്മമാർ നമ്മൾ വളരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ആ ചെയ്യുന്നില്ല, ചെയ്യൂല. അതിപ്പോ തെറ്റായാലും ശരിയായാലും നമുക്കറിയില്ല എന്താണ് ഉമ്മ പറയുന്നത്, അത് നമ്മൾ ആന്ന് പറയൂലേ. ഇക്കാലത്തെ കുട്ടികൾ എന്താ ചെയ്യണ്ടേ, എന്താ ചെയ്യാൻ പറ്റാത്ത അതല്ല. നമ്മളെ സമയത്ത് ഉമ്മ എന്താണോ പറയുന്നത് ഓക്കെ, ഉമ്മ പറയുന്നത് ഓക്കെ, നമ്മൾ അങ്ങനെ ചെയ്യുവേനു അല്ലെ. സെയിം ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹ് നിർബന്ധാക്കിയ കാര്യമാണ് നമസ്കാരം എന്ന് പറഞ്ഞാല്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അത് നിങ്ങൾ ചെയ്തേ പറ്റൂ എന്ത് വന്നാലും. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്തെങ്കിലും ഓർഡർ ചെയ്തിനെങ്കിൽ അത് നമ്മളെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ളത്. നമ്മളോട് 4 മണിക്ക് എണീച്ചിട്ട് എന്റെ അടുത്തേക്ക് വരണം, ഞാൻ താഴേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് വരുന്നുണ്ട്, നിങ്ങൾ എന്റെ അടുത്ത് വരണം, 4 മണിക്കൊക്കെ എന്റെ അടുത്ത് വാന്നപ്പോ അത് നമ്മളെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഫുൾ ട്രസ്റ്റ് ചെയ്യുക അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് മാത്രം. അതുപോലെ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു ത്വാബീന്റെ ലീഡറാന്ന് പറയുന്നുണ്ട്. ഹസൻ അൽ ബസരി അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ആദം സന്തതികളെ, അതായത് ഞാനും നിങ്ങളും നമ്മളെ വിളിക്കുന്നതാണ്, എന്തായിരിക്കും നമസ്കാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ലൈഫിൽ എന്താ വലിയ വാല്യൂ ആയിട്ടുണ്ടാവുക? നമസ്കാരം ഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ, ഫുള്ളായിട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫുള്ളായിട്ട് ഒഴിവാക്കുക എന്നല്ല, അതിന് ഇമ്പോർട്ടൻസ് കാണിക്കുന്നില്ല എന്നാണ്, നമസ്കാരത്തിന് ആ വാല്യൂ കൊടുക്കുന്നില്ല എന്നാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തിനാണ് വാല്യൂ ഉണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്മാർ മാത്രമല്ല അല്ലെ നമസ്കരിക്കുന്നത്, വേറെയും ആൾക്കാർ നമസ്കരിക്കുന്നില്ല. ആരാന്നറിയോ? ഖുർആനിൽ തന്നെ ഉണ്ട് വേറെ ആൾക്കാർ ആരാണ് നമസ്കരിക്കുന്നത് എന്നുള്ളത്. മരങ്ങളെല്ലാം കുമ്പിടുന്നുണ്ടല്ലോ, മരങ്ങളെ കുമ്പിടുന്നുണ്ട്. പിന്നെ കല്ലുകൾ വരെ, മരങ്ങളും കല്ലുകളും സൂര്യൻ, ചന്ദ്രന്, നക്ഷത്രങ്ങള് ഒക്കെ. എല്ലാ ചേതന വസ്തുക്കളും നമുക്ക് കേൾക്കുന്നില്ല എന്നല്ലോ. ഓക്കെ, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നുള്ളത്. പക്ഷികളുടെ നമസ്കാരം അത് അവരുടെ രീതിയിൽ എനിക്ക് മനസ്സിലാവും എന്നുള്ളത്. പക്ഷികൾ നമസ്കരിക്കുന്നുണ്ട്. ഖുർആനിലാണെങ്കിൽ മലക്കുകൾ നമസ്കരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. മൂന്നാമതാണെങ്കിൽ ജിന്നുകൾ നമസ്കരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചുറ്റുമുള്ള ഈവൻ പക്ഷികൾ വരെ നമസ്കരിക്കുന്നുണ്ട് കറക്റ്റ് ടൈം ആയാലും. ജിന്നുകൾ നമസ്കരിക്കുന്നുണ്ട്, മലക്കുകൾ നമസ്കരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ മക്കയിൽ പോയി ഹറമിൽ പോയി കോടിക്കണക്കിന് ജനങ്ങൾ കറക്റ്റ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ മാത്രം എനിക്കായിട്ട് ഞാൻ കുറച്ച് നിസ്കരിക്കാം എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്നിനും എല്ലാവരും നിസ്കരിക്കുന്നത് ഞാൻ മാത്രം എങ്ങനെ ഇവിടെ നിൽക്കുക? സെയിം ആണ്. ബാങ്ക് കേൾക്കുന്ന സമയത്ത് എല്ലാവരും ഈവൻ പക്ഷികൾ നിസ്കരിക്കുന്നുണ്ട്, മലക്കുകൾ നിസ്കരിക്കുന്നുണ്ട്, ജിന്നുകൾ നിസ്കരിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നിസ്കരിക്കാം, കുറച്ചൊന്ന് കിടക്കട്ടെ, ആ പാത്രം ഒന്ന് കഴുകി വെക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് വരാം, ഇവിടെ പോയിട്ട് വരാം, അതെങ്ങനെയാ പറയാൻ പറ്റുന്നത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. വല്ലാഹി ഇട്ടിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ കറക്റ്റ് നമസ്കരിച്ചില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഫലം നമ്മൾ ഉറപ്പായിട്ടും കാണും, ഉറപ്പാണ്. ഇപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് നോക്കി നോക്കിയേ, നമ്മളെ വീട്ടിൽ എത്ര ബാത്റൂം ഉണ്ട്, നിസ്കരിക്കാനായിട്ട് എത്ര സ്ഥലമുണ്ട്, വെറൈറ്റി ടൈപ്പ് ഓഫ് നിസ്കാര കുപ്പായുണ്ട്, വെറൈറ്റി ടൈപ്പ് ഓഫ് നിസ്കാര പടമുണ്ട്, ഭയങ്കര രസമുള്ള നിസ്കാര പടമുണ്ട്. ഇനിയിപ്പോ ബാങ്ക് കേൾക്കുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ആപ്പ് ഉണ്ട്, ബാങ്ക് കേൾക്കുന്നേ കിബില അറിയണമെങ്കിലുള്ള ആപ്പ് ഉണ്ട്. എന്നിട്ടും എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുമ്പോൾ നമ്മൾ പോവാത്തെ? അടുത്തന്നെ ബാത്റൂം ഉണ്ട്, നല്ല പടമുണ്ട്, നല്ല നിസ്കാര കുപ്പായുണ്ട്, എന്നിട്ട് എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്ന സമയത്ത് യാ അല്ലാഹ് നീ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തേ വേഗം ഓടാത്തത്? എന്തേ വിളിക്കുന്ന സമയത്ത് അവർ നെന്നിടിക്കാത്തത്? യാ റബ്ബേ നീയല്ലേ വിളിക്കുന്നത്, ആരാ വിളിക്കുന്നേ? അർശിന്റെയും മേലെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിക്കുന്നത്. അത് വിളിക്കുമ്പോൾ എന്തേ നമുക്ക് ഓടാൻ പറ്റാത്തെ? ഇത് കഴിഞ്ഞിട്ട് പോവാന്നുള്ള ആ ഒരു തോട്ട് വരെ നമുക്ക് എന്തേ വരുന്നത്? ആലോചിച്ച് നോക്കാം. ഇനി ഹദീസിൽ നോക്കുകയാണെങ്കിൽ
20ഓളം പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല, സമയം ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. അപ്പൊ നമ്മൾ എന്തിനായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക? കാരണം ഇപ്പൊ നമ്മളൊരു കുട്ടീനോട്, ആ ഒരു കുട്ടിക്ക് ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര ടഫാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ആ കുട്ടീനോട് പറയുന്നത്, ആ കാര്യം ചെയ്താൽ എനിക്ക് ഇന്ന ഗിഫ്റ്റുകൾ ഞാൻ തരും എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ആ കാര്യം ചെയ്യും. സെയിം ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചാലുള്ള വെർച്യൂസ്, വാല്യൂസ് നമുക്ക് പറഞ്ഞു തരുമ്പം നമുക്കത് ചെയ്യാനുള്ള ഒരു ആവേശം കൂടും. അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, ഇത് ഇത്രയും വലിയ കാര്യം എനിക്കത് ചെയ്യണ്ട, എന്നാലല്ലേ എനിക്കത് കിട്ടും എന്നുള്ളത്. അപ്പം ഞാൻ ഈ പറയുന്നത് തഹജ്ജുദ് നിസ്കാരമോ ഖിയാമുൽ ലൈലോ ഒന്നുമല്ല. 5 നേരത്തെ ഫർളായ കാര്യങ്ങൾ മാത്രമാണ്, എക്സ്ട്രാ കാര്യങ്ങൾ ഒന്നും ഞാൻ പറയുന്നില്ല. ഈ 5 നേരത്തെ നമസ്കാരം കറക്റ്റ് ആയി നമസ്കരിച്ചാലുള്ള കൂലി എന്താണ് നമുക്ക് കിട്ടാന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സലാത്തു നൂർ. നമസ്കാരം എന്ന് പറയുന്നത് നൂറാണ്, വെളിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസിന് ആ ഒരു ഹദീസില് പറയുന്നുണ്ട് നമസ്കാരം എന്ന് പറയുന്നത് വെളിച്ചാണെന്ന് പറയുന്നുണ്ട്. നമസ്കാരം വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഇൻ കേസ് എന്റെ വീട്ടില് കറണ്ട് പോയി, ഫുള്ള് ഇരുട്ടായി, എനിക്ക് അടുക്കളയിലേക്ക് പോകണം, എനിക്ക് ടോർച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ തപ്പിത്തടന് ഞാൻ എന്താക്കും, ഒന്നെങ്കിൽ അവിടെ എത്തും, ഇല്ലെങ്കിൽ നിലത്താൻ പറ്റും എന്തെങ്കിലും സാധനങ്ങൾ അത് തടഞ്ഞിട്ട് ഞാൻ താഴേക്ക് വീഴും. അപ്പൊ വെളിച്ചില്ല എന്നാണെങ്കിൽ ഇതാണ് സംഭവിക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അസ്സലാത്തു നൂർ. നമസ്കാരം എന്ന് പറയുന്നത് വെളിച്ചാണ്. അപ്പം ഇതൊരു ടോർച്ച് ലൈറ്റ് ആയിട്ട് കാണാം. നമസ്കാരം എന്ന് പറയുന്നത് നിങ്ങളൊരു ടോർച്ചാണ്. നിങ്ങൾ ഇരുട്ടത്ത്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള യാത്രയിൽ നിങ്ങൾക്കുള്ള ഒരു ടോർച്ചാണ്, ഒരു ലൈറ്റാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത്. എങ്ങനെ, ഏത് രീതിയിൽ, ഏത് സ്ഥലത്തൂട്ടാ പോണം എന്ന് കാണിച്ചു തരുന്ന ഒരു സംഭവമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് ഖബറിലെ വെളിച്ചാണെന്ന് പറയുന്നുണ്ട്. അതായത് അബൂ ദർദ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നിങ്ങൾ 2 റക്അത്ത് നമസ്കരിക്കും. അതായത് ജസ്റ്റ് 2 റക്അത്ത്, അങ്ങനെ കുറെ നമസ്കാരം ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു 2 റക്അത്ത്, ജസ്റ്റ് 2 റക്അത്ത് നമസ്കരിക്കും. കാരണം രാത്രിയുടെ ഇരുട്ട് വലുതാണ്. ഈ 2 റക്അത്ത് കൊണ്ട് ഖബറിലെ ഇരുട്ടിൽ നിന്നും വെളിച്ചം വീശും എന്ന് പറയും. നമുക്കറിയില്ലേ, ഖബറിൽ നമുക്ക് സ്വിച്ച് ഇടാനൊന്നും ആവൂല, ഫുൾ ഇരുട്ടായിരിക്കും. ഒന്ന് ലൈറ്റ് ഇട്ടിട്ട് എനിക്കൊന്നും കാണുന്നില്ല എന്നാൽ ലൈറ്റ് ഇടാനൊന്നും ആവൂല. പക്ഷെ ഈ ഒരു 2 റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ നമുക്ക് വെളിച്ചം കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്കുള്ള ബെനിഫിറ്റ് ആണ്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഇവിടുന്ന് മരിച്ചിട്ട് പോകേണ്ട കാര്യമാണ് അല്ലെ, അള്ളാലെ കാണണം, ഖബറിലേക്ക് കടക്കണം, ഇതൊക്കെ ഉള്ള കാര്യല്ലേ. അപ്പം ഒരു 2 റക്അത്ത് നമസ്കരിച്ചാൽ ഖബറിലേക്കുള്ള വെളിച്ചായി നമുക്ക്. അടുത്ത റാബി അൽ ബസ്രി എന്ന് പറയുന്ന ഒരു സഹാബി വനിത ഉണ്ട്. ഭയങ്കരമായിട്ട് അള്ളായിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ള ഒരു സഹാബി വനിതയാണ്. സഹാബി അല്ല, താബീനിലുള്ളതാണ്. അപ്പം ആ ഒരു റാബി അൽ ബസ്രി റളിയല്ലാഹു അൻഹ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം എനിക്ക് രാത്രി എണീക്കാൻ വേണ്ടി ഭയങ്കര ഒരു മടി പോലെയായി. അതായത് ഉറങ്ങി എണീക്കാൻ വേണ്ടിട്ട് ഒരു ഭയങ്കര, നിസ്കരിക്കുന്നതല്ല പക്ഷെ എണീക്കാൻ വേണ്ടിട്ട് ഒരു ഭയങ്കര ഒരു മടി, കുറച്ച് എണീക്കാം, കുറച്ച് ചെയ്യട്ടെ എന്നുള്ളത്. ആ സമയത്ത് റാബി അൽ ബസ്രി റളിയല്ലാഹു അൻഹ സ്വപ്നം കണ്ടത് എന്താന്ന് വിചാരിച്ചാല്, സ്വപ്നം കണ്ടതാണ്, ആ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതാണ്, ഈ രാത്രി എല്ലാവരും ഉറങ്ങുന്നതാണ്. സ്വലാത്ത് എന്ന് പറയുന്നത് വെളിച്ചാണ്, നിന്റെ ഖബറിലേക്കുള്ള വെളിച്ചാണ്. നിന്റെ ഈ ഉറക്കം എന്ന് പറയുന്നത് നമസ്കാരത്തിന്റെ ശത്രുവാണെന്നുള്ളത്. ഇത് കണ്ടതും റാബി അൽ ബസ്രി അങ്ങനെ തന്നെ എണീച്ചെന്നാ പറയുന്നത്. അതായത് ഉറക്കം എന്ന് പറയുന്നത് നിന്റെ ഈ നമസ്കാരത്തിന്റെ ശത്രുവായി മാറിയിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ എത്ര പ്രാവശ്യം അതൊന്നും വാല്യൂ ആക്കാതെ നമ്മൾ എത്ര പ്രാവശ്യം കടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമസ്കാരം എന്ന് പറയുന്നത് എന്തിന്റെ വെളിച്ചാണ്? അന്ത്യനാൾ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് എത്തുന്ന സമയത്തുള്ള വെളിച്ചം. അവിടെ എന്ത് ഇരുട്ടാണ് നമുക്ക് ആർക്കും അറിയില്ലേ. അവിടെ ഒരു 1.5 ഇരുട്ടാണെന്ന് പറയുന്നുണ്ട്. എങ്ങനത്തെ ഇരുട്ടാണ്, ഏതിരുട്ടാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ കറണ്ട് പോകുന്നു, ഈ കറണ്ട് പോയാൽ ആ സമയത്ത് ചിന്തിക്കണം, യാ റബ്ബേ ഈ ഇരുട്ട് ഇങ്ങനെയാണെങ്കിൽ ആ ഒരു അന്ത്യനാളുടെ ആ ഒരു സമയത്തുള്ള ആ ഇരുട്ട് എന്തായിരിക്കും എന്നുള്ളത്. ജസ്റ്റ് നമ്മളോട്, കാരണം ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഇനി വരുന്ന ലോകത്തിലേക്കുള്ള ഒരു സാമ്പിളാണ്, ഒരു സാമ്പിള് മാത്രമാണ്. അപ്പം ഈ നമസ്കാരം അവിടത്തേക്കുള്ള ഒരു വെളിച്ചാണെന്ന് പറയുന്നുണ്ട്. ഇനി ഒന്നും വേണ്ട, നമ്മളിപ്പം ഒരു നോൺ മുസ്ലിം ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷഹാദത്ത് കലിമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവരെ പഠിപ്പിക്കുന്നത് നമസ്കാരത്തിനെ പറ്റിച്ചായിരിക്കും. അപ്പൊ അത്രയും നമസ്കാരം എന്ന് പറയുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യാ റസൂലുള്ളാഹ് ഏറ്റവും ആയിട്ടുള്ള ഒരു അമൽ ഏതാണ് ചോദിക്കുന്നത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അസ്സലാത്തുൽ ഖദീമ, അതായത് നമസ്കാരം അതിന്റെ കറക്റ്റ് ടൈം നമസ്കരിക്കുക എന്നുള്ളത്. നമസ്കരിക്കാന്ന് മാത്രമല്ല പറഞ്ഞത്, നമസ്കാരം അതിന്റെ കറക്റ്റ് ടൈം നമസ്കരിക്കുക എന്നുള്ളത്. അതായത് എനിക്ക് ഒരു എമർജൻസി കേസോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബാങ്ക് കൊടുത്ത ഉടൻ ഞാൻ എണീച്ചിട്ട് പോകും. പിന്നെ അവിടെ വെറുതെ ഇരുന്ന് സംസാരിക്കുക, ഫോൺ വിളിക്കുക, ഇതാക്കുക, വെറുതെ ഇരുന്ന് ഫോൺ വിളിക്കുമ്പോൾ ബാങ്ക് അടിച്ചിട്ടുണ്ടാവും.
കുറച്ചും കൂടി ബാക്കി പറയാ. ഇല്ല കേട്ടിനെങ്കിൽ ബാങ്ക് കൊടുത്തു, ഞാൻ പോട്ടെ നിസ്കരിക്കട്ടെ, അള്ളാന്റെ വിളി വന്നു. അപ്പൊ നമ്മൾ പോയേ പറ്റൂ. അതാണ് ബെസ്റ്റ് കാര്യം പറയുന്നത്, നമസ്കാരം അതിന്റെ ടൈമിൽ നിർവഹിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത കാര്യം ഞാൻ പറയുന്നതിന്റെ മുമ്പ് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഒരു വൈറ്റ് ഡ്രസ്സ്, നിങ്ങളൊരു കല്യാണത്തിന് പോയി ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടാ പോയത്. ആ വൈറ്റ് ഡ്രസ്സിൽ എന്തെങ്കിലും ഒരു കറയായി, അതായത് എന്തെങ്കിലും കറി വീഴേ, എന്തെങ്കിലും ഭക്ഷണത്തിന്റെ എന്തെങ്കിലായി, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുവോ? ആ കുറച്ച് മിനിറ്റ് കഴുകാപ്പ എന്തായാലും നമ്മൾ ഇരിക്കൂലല്ലോ. വൈറ്റ് ഡ്രസ്സാന്ന് വേഗം പോയിട്ട് കഴുകണം എന്നിട്ട് വേഗം പോയിട്ട് നമ്മൾ കഴുകൂലേ. ഇനിയിപ്പോ ചിലപ്പോ കഴുകിയാലും ചെറിയ അതിന്റെ ആ ഒരു കറ അവിടെ തന്നെ ഉണ്ടാവും. സെയിം ആണ് നമസ്കാരം എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊറോണന്റെ സമയത്ത് ഇടക്കിടക്ക് കൈ കഴുകണം എന്ന് പറയുന്നുണ്ട്. കയ്യിൽ എന്തെങ്കിലും കണ്ടിട്ടാണോ? അല്ല. പക്ഷെ കൈകളിൽ എന്തുണ്ട്? ജേംസ് ഉണ്ടാവും, അണുക്കൾ ഉണ്ടാവും. ഇടക്കിടക്ക് കൈ കഴുകണം എന്ന് പറയുന്നുണ്ട്. സെയിം നമ്മൾ നമ്മുടെ കയ്യിൽ എന്ത് കാണുന്നില്ല, നമ്മളെ തെറ്റ് കാണുന്നില്ല എന്നേ ഉള്ളൂ. കയ്യിലും എല്ലായിടത്തും നമ്മളെ തെറ്റുണ്ട്. അപ്പൊ അത് മായ്ക്കണമെങ്കിൽ, അതായത് നമ്മുടെ ബുക്കിൽ ഓരോരോ തെറ്റ് എഴുതുന്നുണ്ട് അല്ലെ, അത് നമുക്ക് മായ്ക്കാൻ പറ്റൂലേ? കറക്റ്റ് ആയിട്ട് വുളു എടുത്ത് കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിസ്കരിക്കാൻ പോയാൽ ഈ ബുക്കിലുള്ളത് ഫുള്ളായിട്ട് മായും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഡ്രസ്സിലുള്ളത് ചിലപ്പം കറ, ആ ഒരു സ്റ്റെയിൻ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നമസ്കരിച്ചു കഴിഞ്ഞാല്, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് നമസ്കരിച്ചു കഴിഞ്ഞാല് നമ്മൾ ചെയ്ത ആ തെറ്റ് മൊത്തമായിട്ട് മായ്ക്കും. അത് ഫുള്ളായിട്ട് ഇനി ആ ഒരു ബുക്കിൽ ഉണ്ടാവുകയേ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സെയിം ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഹദീസുകളാണ്. നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ ഒരു പുഴ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ചിന്തിച്ചു നോക്കാം. പുഴ ഉണ്ടെങ്കിൽ 5 നേരം കൈ കഴുകിയാൽ ഒന്നും ഉണ്ടാവില്ലല്ലോ. സെയിം അതുപോലെയാണ് നമസ്കാരം എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ കാണുക നമസ്കാരം എന്ന് പറയുന്നത്. ആ ഒരു കറക്റ്റ് ആയിട്ട് വുളു എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ വേറൊരു ഇതില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സുബ്ഹാനല്ലാഹ്, അതായത് നമസ്കാരം എന്ന് പറയുന്നത് 5 ആണ്. ജുമാ മുതൽ ജുമാ വരെ, റമളാൻ മുതൽ റമളാൻ വരെ, മുകഫറാത്തു മാ ബൈനഹും, അതിന്റെ ഇടയിലുള്ളതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അതായത് നമുക്ക് ഡെയിലി ഒരു അവസരമുണ്ട് നമ്മളെ തെറ്റ് മായ്ച്ചാൽ, നമ്മളെ ബുക്കിൽ നിന്ന് നമ്മളെ തെറ്റ് മായ്ച്ച് കളയാൻ വേണ്ടി നമുക്ക് ഡെയിലി അവസരമുണ്ട്. വുളു എടുത്തിട്ട് നമ്മൾ പോയിട്ട് നമസ്കരിച്ചാല് നമ്മുടെ ബുക്കിലുള്ള തെറ്റ് മായ്ക്കാൻ പറ്റും. അത് ഡെയിലി നമുക്ക് ചെയ്യാം. ഇനി ജുമാ മുതൽ അടുത്ത ജുമാ വരെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വീക്ക് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും മായ്ക്കപ്പെടും. ഇനി റമളാൻ മുതൽ റമളാൻ വരെ നമ്മൾ ഒരു കൊല്ലം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും മായ്ക്കപ്പെടും. പിന്നെ എന്തേ നമ്മൾ പിന്നെയും നമ്മുടെ ബുക്കിൽ ഇത്രയും തെറ്റുകൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് പോകുന്നത്? ഇത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചാൻസ് തന്നിട്ടും നമ്മൾ എന്തേ നമ്മളെ ബുക്കിലുള്ള ആ തെറ്റ് മായ്ക്കാൻ വേണ്ടി നോക്കാത്തത്? ആ ശരിക്കും സിൻസിയർ ആയിട്ട് ചെയ്യാത്തത്? ശരിക്കും നോക്കാം. ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ ഒരു ബീച്ചിന്റെ സൈഡിൽ നല്ല വ്യൂ ഉള്ള ഒരു ഫ്ലാറ്റ് തരാം, അല്ലെങ്കിൽ ഒരു വീട് തരാം, 4 ബെഡ്റൂം ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയും അൽഹംദുലില്ലാ തന്നേന്ന് പറയൂലേ. അപ്പൊ എന്തുകൊണ്ടാ നമുക്ക് സ്വർഗത്തിൽ അത് വേണം? കാരണം സ്വർഗം ഒറ്റ സ്വർഗമല്ലല്ലോ. സ്വർഗത്തിൽ എത്ര ലെവൽ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയില്ലേ? 100. യെസ്, സ്വർഗത്തില് 100 ലെവൽ ഉണ്ട് അല്ലെ. ആ 100 ലെവലിൽ ഓരോ ലെവൽ എന്ന് പറയുന്നത് ഈ ആകാശവും ഭൂമിന്റെ ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണേ, നമ്മള് ലാസ്റ്റത്തെ സ്വർഗത്തിന്റെ അവസാനത്തെ അവിടെയുള്ളത്. എന്നിട്ട് നമ്മളിങ്ങനെ മേലോട്ടേക്ക് നോക്കും, മേലോട്ടേക്ക് ആൾക്കാരെ കാണും. ജസ്റ്റ് നമ്മൾ ആ സ്വർഗത്തിൽ കയറി, പക്ഷെ നമ്മൾ മേലോട്ടേക്ക് നോക്കുമ്പോൾ കുറെ ആൾക്കാർ അതിലും ഹൈ ലെവലിൽ കിടക്കും. നമ്മൾ ചിന്തിക്കൂലേ എനിക്കും അടുത്തേക്ക് പോണേനു എന്നുള്ളത്? അതിന് നമുക്ക് ഇപ്പൊ ഇവിടെ ചാൻസ് ഉണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ ചാൻസ് ഉണ്ടാവും അല്ലാഹു അഅലം. പക്ഷെ ഇവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ചാൻസ് തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വുളു എടുക്കുക, എന്നിട്ട് നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, അതായത് സൗബാൻ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത്, ഒരു ദിവസം ഞാന് വെള്ളം എടുത്തിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി, എന്നിട്ട് വുളു എടുത്തു, എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു എങ്ങനെയാണ് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് എന്ത് ചെയ്താലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിൽക്കാന്ന് പറഞ്ഞപ്പം പറഞ്ഞു, കൂടുതലായിട്ട് നീ സുജൂദ് വർദ്ധിപ്പിക്കും. സുജൂദ് എന്ന് പറഞ്ഞാൽ നമസ്കാരം. അപ്പൊ നമ്മൾ എത്ര നമസ്കാരം വർദ്ധിപ്പിക്കുന്നോ അത്രയും നമ്മൾ ഓരോരോ ലെവലിലേക്ക് പോകുന്നതാണ്. 1, 2, 3, 4 അങ്ങനെ ഓരോ ലെവലിലേക്ക് പോകുന്നു. അപ്പൊ ഓരോ നിസ്കാരവും മേലോട്ടേക്ക് പോകുന്ന ഒരു ലെവലായിട്ട് മാത്രം കാണും ഇൻഷാ അല്ലാഹ്. വേറൊന്നില് പറയുന്നത് എന്താന്ന് വിചാരിച്ചാല്, ഒരിക്കല് ഒരു സഹാബി, ആ സഹാബി രാത്രി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ് ഉണ്ടായത്. എന്നിട്ട് ഇങ്ങനെ വുളു എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ കൊണ്ടുവന്നപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും നിനക്ക് എന്താ വേണ്ടേ ചോദിച്ചോ, ഞാൻ ദുആ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു സഹാബി പറഞ്ഞു എനിക്കൊന്നും വേണ്ട, എനിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു നിനക്ക് വേറെ ഒന്നും വേണ്ടേ?
അപ്പം അദ്ദേഹം പറഞ്ഞില്ല എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് സ്വർഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നിൽക്കണം എന്നുള്ളത്. അപ്പം ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം പോയിട്ട് ദുആ ചെയ്തില്ല. പക്ഷെ പറഞ്ഞത് എന്താന്ന് വിചാരിച്ചാല്, നിനക്ക് അങ്ങനെയാണെങ്കിൽ നീ നിന്റെ നെഫ്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞത്. അതായത് നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ നമസ്കരിക്കുക എന്നുള്ളത്, കൂടുതൽ സുജൂദ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതായത് നമുക്ക് 4 മണിക്ക് എണീക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ ആ ഒരു നെഫ്സിനെ പിടിച്ച് അമർത്തിയിട്ട് എന്താക്കുക, ഞാൻ എണീക്കും എന്ന് പറഞ്ഞിട്ട് പോവുക. ബാങ്ക് കൊടുത്തതിനപാട് കുറച്ച് കഴിയൂല, ഞാൻ ഇപ്പൊ തന്നെ പോകും എന്ന് പറഞ്ഞിട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചാൻസ് ഉണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഒന്നിച്ചിട്ട് നിൽക്കണം എന്നുള്ളത്. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിൽക്കണോ, നമ്മുടെ ഹൈ ലെവൽ മാറണോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമസ്കാരം എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രത്തോളം കൂട്ടുക. നമ്മുടെ നെഫ്സിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും കറക്റ്റ് ആയിട്ട് വുളു എടുത്ത്, ഓക്കെ, കറക്റ്റ് ആയിട്ട് വുളു എടുക്കുക എന്ന് പറഞ്ഞാല് വേഗം 2 മിനിറ്റ് കൊണ്ട് വുളു എടുക്കുക, കുറെ വെള്ളം തീർക്കുക, ഇതല്ല കറക്റ്റ് ആയിട്ട് വുളു എന്ന് പറഞ്ഞാല്. കുറച്ച് വെള്ളം എടുക്കുക, ഓരോ ഭാഗത്തും വെള്ളം ശരിക്കെത്തുക, ഇതാണ് കറക്റ്റ് ആയിട്ട് വുളു എടുക്കുക എന്ന് പറഞ്ഞാൽ. കറക്റ്റ് വുളു എടുക്കുക, എന്നിട്ട് നിസ്കരിച്ചിനെങ്കിൽ, ഇതൊക്കെ പ്രോപ്പർ ആണെങ്കിൽ അവന്റെ ഇനി കഴിഞ്ഞുള്ള ആ ഒരു തെറ്റുണ്ടാവുമല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്ന് പറയുന്നുണ്ട്. സെയിം തന്നെയാണ് ഇനി ആരെങ്കിലും കറക്റ്റ് ആയിട്ട് നമസ്കരിച്ച് ചെയ്തിനെങ്കിൽ അതിന്റെ മുമ്പുള്ള തെറ്റുകൾ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്ന് പറയുന്നത്. അപ്പൊ നമസ്കാരത്തിന് ഇത്രയും പ്രത്യേകത, നമ്മളെ ആ മുമ്പുള്ള നമസ്കാരത്തിന്റെ ആ തെറ്റുകൾ, ഈ നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരം വരുന്ന ആ ഒരു സമയത്തുള്ള തെറ്റുകൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. ഇതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ അടുത്തുനിന്ന് ഒരു നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിനെന്ന് പറഞ്ഞെങ്കിൽ അതന്നെ എനിക്ക് ഏറ്റവും വലിയ ഹൈറാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി വുളു എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് വുളു എടുക്കുക. എന്റെ പാപങ്ങളൊക്കെ കഴുകി കളയുന്നതാണ്, ഞാൻ ഫുൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് എന്റെ എല്ലാം കളയണം, എന്റെ പാപങ്ങളൊക്കെ കഴുകണം എന്നുള്ള ആ ഒരു നിയത്തില് എന്റെ ലെവല് മാറണം, എന്റെ പാപങ്ങൾ പൊറുക്കണം എന്നുള്ള ആ ഒരു ലെവൽ എന്താക്കുക, വുളു എടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് പോവാ ഇൻഷാ അല്ലാഹ്. അടുത്തതെന്ന് പറഞ്ഞാല്, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ നമുക്ക് വേണ്ടിയിട്ട് മലക്കുകൾ ദുആ ചെയ്യണം എന്നുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആരെങ്കിലും കറക്റ്റ് ആയിട്ട് നമസ്കരിച്ച് അവിടെ തന്നെ ഇരിക്കുന്നതാണെങ്കിൽ മലക്കുകൾ എന്ത് പറയും, യാ അല്ലാഹ് അവർക്ക് നീ പുറത്തു കൊടുക്ക്, നിന്റെ റഹ്മത്ത് കൊടുക്കുക എന്നുള്ളത്. ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഒരാള് ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ പറയൂലേ, ഇതാ നമുക്ക് വേണ്ടിട്ട് ദുആ ചെയ്യണേ, നമുക്ക് വേണ്ടിട്ട് അങ്ങനെ ആക്കണേ, അള്ളാഹിനോട് പുറത്തുതരാൻ നമുക്ക് വേണ്ടി ദുആ ചെയ്യണേ, അൽഹംദുലില്ലാഹ് ഹൈറാണ്, അത് സുന്നത്താണ്. അപ്പം മലക്കുകൾ നമുക്ക് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. അതായത് നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാല് മലക്കുകൾ നോക്കും, അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിൽ കാണണം, മലക്കുകൾ നോക്കും അവൾ ഇരിക്കുന്നുണ്ടോ ഇല്ലയോ. അവിടെ തന്നെ ഇരിക്കുന്നതാണെങ്കിൽ അന്നേരം പറയും അല്ലാഹു മഗ്ഫിർലു വറഹമു, അവിടെ നിന്ന് എഴുന്നേൽക്കുന്നവരെ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഹജ്ജിന് പോകുമ്പോൾ ഒരാളോട് പറയുമ്പോൾ അയാൾക്ക് എത്ര ദുആ ചെയ്യേണ്ടി വരും. ഇത് നമുക്കായിട്ടുള്ള മലക്ക് നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ദുആ ചെയ്യുന്നത്. അപ്പം ആ ഒരു ചാൻസ് നമ്മളായിട്ട് എന്തിനാ കളയുന്നത്. ശരിക്കും മനസ്സിൽ കാണാൻ നമസ്കാരം കഴിഞ്ഞ പാടെ ഓക്കെ മലക്കുകൾ നോക്കുന്നുണ്ട്, അവിടെ തന്നെ ഇരിക്കുക, എനിക്ക് വേണ്ടിയിട്ട് മലക്കുകൾ ദുആ ചെയ്യും എന്നുള്ളത്. ഫസ്റ്റത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതും നമസ്കാരത്തിനെ പറ്റിയിട്ടായിരിക്കും. അപ്പം അത് നന്നായാലും പിന്നെ എല്ലാം നന്നായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇൻ കേസ് നമസ്കാരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അവൾക്ക് എന്തെങ്കിലും വേറെന്തെങ്കിലും എക്സ്ട്രാ നമസ്കാരം എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എക്സ്ട്രാ സുന്നത്ത് നമസ്കാരം ഒന്നും വെറുതെയാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. കാരണം നമ്മൾ ആ ഫർള് ഇല്ലാന്നുണ്ടെങ്കിൽ, ഫർളിൽ എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ സുന്നത്ത് നമസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തിട്ട് നമുക്ക് ഈസി ആക്കി തരും. അപ്പൊ എന്നും ദുആ ചെയ്യാം, അല്ലാഹുമ്മ ജഅൽനി ഖുർറത ഐനിൻ ഫിസ്സലാ, യാ അല്ലാഹ് നമസ്കാരം കൺകുളിർമയാക്കി തരണേന്ന് ദുആ ചെയ്യാം. അപ്പൊ ഇതൊക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പണ്ടേ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. അടുത്തതാണ് ഖുശൂ. ഇങ്ങനൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ വുളു എടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട്, ഞാൻ കറക്റ്റ് ആയിട്ട് അള്ളാന്റെ മുന്നിലാണ് നിൽക്കുന്നുള്ള ചിന്ത ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ആ ഒരു ഫീൽ കിട്ടുന്നില്ല. ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാ ആ ഒരു ഖുശൂ കിട്ടുന്നില്ല? ആയിരിക്കൂല, എല്ലാവരും ഭയങ്കര നല്ലോണം ഉണ്ട്. അപ്പൊ അധികം ആൾക്കാർക്ക് ആദ്യം കിട്ടുന്നത് പിന്നെ കുറച്ചു നേരം കിട്ടുന്നില്ല. അധികം ആൾക്കാർ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്ന അധികം ആൾക്കാർ വരുന്ന പ്രശ്നം എന്താന്ന് വെച്ചാല് നിസ്കരിക്കുന്നതിലുണ്ട്, പക്ഷെ ആ ഒരു ഫീല് കിട്ടുന്നില്ല, ആ ഒരു ഖുശൂ കിട്ടുന്നില്ല. അപ്പൊ എന്താ ചെയ്യണ്ടേന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്,
എന്റെ ഉമ്മത്തില് ഫസ്റ്റ് ആയിട്ട് ഉയർത്തപ്പെടുന്നത് ഖുശൂ ആണെന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഉയർത്തപ്പെടുന്നത് നമസ്കാരാണെന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോ ഇതിന്റെ മിഡിലാണുള്ളത്. നിസ്കരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഖുശൂ ഇല്ല. ഇനി വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണെങ്കിൽ നിസ്കാരം ഇല്ല, ഫുള്ളായിട്ട് നമസ്കാരം ഒഴിവായിട്ടില്ല, പക്ഷെ കുറച്ചാൾക്കാർ നിസ്കരിക്കുന്നില്ല, കുറച്ചാൾക്കാർ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ഖുശൂ ഇല്ല. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാരണം എന്റെ ഉമ്മത്തിൽ ഫസ്റ്റ് ആയിട്ട് ഉയർത്തപ്പെടുന്നത് ഈ ഖുശൂ ആണ്. ഖുശൂ ഇല്ലാതെയാവും എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഖുശൂ എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിച്ചാല് വരുന്ന സംഭവേ അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. പ്രാക്ടീസിൽ മാത്രം വരുന്ന ഒരു സംഭവമാണ് ഖുശൂ എന്ന് പറയുന്നത്. പ്രാക്ടീസ് ചെയ്യുക. കുറെ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ബുക്കിലെല്ലാം എഴുതി പഠിച്ചു വിചാരിച്ചിട്ട് ഖുശൂ വരൂല. അത് നിങ്ങൾ നിങ്ങളെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരെങ്കിലും ഖുശൂവോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലനെ, അതായത് ആ ഒരു ഖുശൂവോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലനെ വിളിച്ചിനെങ്കിൽ ആ കണ്ണുകൾ, ആ കരഞ്ഞിട്ടുള്ള ആ ഒരു കണ്ണുകൾ ഒരിക്കലും നരകം കാണൂല എന്നുള്ളത്. എത്രത്തോളം എന്ന് വിചാരിച്ചാല് ഒരു കുട്ടി ഉമ്മാന്റെ മുലപ്പാലിന് പാല് കുടിച്ചു കഴിഞ്ഞാൽ ആ പാല് തിരിച്ച് ഉമ്മാന്റെ മാർഗത്തിലേക്ക് പോകുന്നത് വരെ അതൊരിക്കലും സംഭവിക്കൂല അല്ലെ. അപ്പൊ അതുവരെ ആ ഒരു ഖുശൂവോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലനെ വിളിച്ചിട്ട് കരഞ്ഞെങ്കിൽ ആ കണ്ണൊരിക്കലും ആ നരകം കാണൂല എന്ന് പറയുന്നത്. അത്രക്കും ഭയങ്കരമാണ് ഖുശൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം 7 ഗ്രൂപ്പ് ഓഫ് തണൽ ലഭിക്കുന്ന ആൾക്കാരില് ഈ ഖുശൂവോട് കൂടിയ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ ഒരു തണൽ ഉണ്ട് എന്നുള്ളത്. അബ്ദുല്ല ഇബ്നു ശുഹൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ, ശരിക്കും നിങ്ങൾ ഫീൽ ചെയ്യണം ഇതൊക്കെ പറയുന്ന സമയത്ത്. ഞാൻ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലേക്ക് വന്നതാണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമസ്കരിക്കുന്ന സമയത്ത് ഞാന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഒരു ഹൃദയത്തിന്റെ ആ ഒരു സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാന്ന് വിചാരിച്ചാല് ഒരു പാത്രത്തില് നമ്മളിപ്പം ഒരു ചൂട് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് പെട്ടെന്ന് എന്തെങ്കിലും വെള്ളാമറ്റ് ഒഴിച്ചാൽ ഒരു ഒച്ച വരൂലേ, ഒരു വേറെ തന്നെ ഒരു ഒച്ച വരൂലേ, ഒരു ചൂട് പാത്രത്തിൽ ഇങ്ങനെ തിളക്കുന്നൊക്കെ സമയത്ത് അതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വന്ന സൗണ്ട് എന്ന് പറഞ്ഞാല്. അപ്പൊ ഖുശൂ എന്ന് പറഞ്ഞാല് ഹൃദയത്തിലുള്ള ഒരു ഇബാദത്താണ്, പുറമേ ഉള്ള ഒരു ഇബാദത്തേ അല്ല, ഹൃദയത്തിലുള്ള ഒരു ഇബാദത്താണ്. അതിന് നമ്മൾ എന്തായാലും പണിയെടുക്കന്നെ വേണം, വെറുതെ അത് വരുവേ ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഖുശൂ കിട്ടണമെങ്കിൽ ശ്രദ്ധിച്ചോളെ, ഫസ്റ്റത്തെ കാര്യം വേണ്ടത് നമ്മളെ ആഗ്രഹത്തിനെതിരെ ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മളെ നഫ്സിനെതിരെ ഫൈറ്റ് ചെയ്യാം. നഫ്സ് പറയും അത് ചെയ്യും, ഇത് ചെയ്യും, അത് കാണാം, ഇത് കാണാം, അങ്ങനെ ആക്കാം, ഇങ്ങനെ ആക്കാം. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഖുശൂ വരൂല. നേരെ മറിച്ച് എന്നോട് അത് കാണുന്ന എന്റെ നഫ്സ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല ഞാനത് കാണൂല, അത് കേൾക്കുന്നാണെങ്കിൽ ഞാൻ അത് കേൾക്കൂല. എത്ര നിങ്ങൾ നമ്മുടെ നഫ്സിനെ പിടിച്ചു വെക്കുന്നോ അങ്ങനെ നമുക്ക് ഖുശൂ വരും എന്ന് പറയാം. നല്ലോണം പണിയെടുക്കാന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പണിയെടുക്കണം, ഉറപ്പായിട്ട് പണിയെടുക്കേണ്ടി വരും. ഇതിൽ ഒന്നുമില്ല, നമ്മൾ എങ്ങനെയാണോ പുറത്തുള്ളത്, നമസ്കാരത്തിന്റെ പുറത്ത് നമ്മൾ എങ്ങനെയാണോ അത് തന്നെയായിരിക്കും നമ്മൾ ഉള്ളിലുണ്ടാവുക. ഇപ്പൊ നമസ്കാരത്തിന്റെ പുറത്ത് അത് ചെയ്യണം, ഇത് ചെയ്യണം. നമസ്കരിക്കാൻ കൈയ്യട്ടി കഴിഞ്ഞാൽ എന്താ തോന്നാ, അയ്യോ അതാക്കിയിട്ടില്ലാലോ, ഇതാക്കിയിട്ടില്ലാലോ, ഓൾ എന്നെ പറ്റിട്ട് അങ്ങനെ പറഞ്ഞില്ലേ, ഓൾ ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ ആക്കണം, കുട്ടിക്ക് കൊടുത്തിട്ടില്ലല്ലോ. ഇതന്നെയല്ലേ നമ്മൾ നമസ്കാരത്തിന്റെ പുറത്തും ചെയ്യുന്നത്. അപ്പം എത്ര നമ്മൾ അള്ളാഹിൽ ഫോക്കസ്ഡ് ആണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ നമസ്കാരത്തിലും ഫോക്കസ്ഡ് ആവും. നേരെ മറിച്ച് നമ്മളെ നമസ്കാരത്തിന്റെ പുറത്ത് നമ്മൾ ബാക്കിയുള്ള കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധയെങ്കിൽ നമുക്ക് ഈ ഖുശൂ എന്ന് പറഞ്ഞ സംഭവം വരാനേ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് നിങ്ങളെ ഹൃദയത്തിനെ അള്ളാഹിലേക്ക് തിരിക്കുക എന്നുള്ളത്. ആ ഒരു ഹൃദയത്തില് അള്ളാഹ് മാത്രം കൊണ്ടുപോകാന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഖുശൂ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഒരിക്കലും അലി റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തപ്പം വുളു എടുക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖമൊക്കെ ഫുള്ള് മാറാൻ തുടങ്ങി. അപ്പം ബാക്കിയുള്ള ആൾക്കാർ ചോദിച്ചു, ഇമാം ഇതെന്താ മുഖമൊക്കെ ഇങ്ങനെ ഒരു ബേജാറായ പോലെ, ഒരു ടെൻഷൻ ആയ പോലത്തെ ഒരു മുഖം. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു ഇതെന്താ ഇങ്ങനെ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിത് ആരുടെത്തേക്കാ പോകുന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ഞാനിത് ആരുടെത്തേക്കാ പോകുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്കാ പോകുന്നതെന്നുള്ളത്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ചിന്തിക്കണമെങ്കിൽ നമസ്കരിക്കുന്നതിന് മുമ്പേ അലി റളിയല്ലാഹു അൻഹു ഫുൾ അള്ളാഹില് മാത്രമായിരുന്നു ഫോക്കസ്. ബാക്കിയെല്ലാം കൈകളിലുള്ള സംഭവങ്ങളാണ്. ഹൃദയത്തിൽ മൊത്തം അല്ലാഹു സുബ്ഹാനഹു വ തആലയും അള്ളാഹിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക, അദ്കാർ ചെയ്തുകൊണ്ടിരിക്കുക, ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മാത്രമായിരുന്നു അലി റളിയല്ലാഹു അൻഹു ചെയ്തിരുന്നത്. അതായത് നമസ്കാരത്തിന്റെ ഖുശൂ കിട്ടുക എന്ന് പറഞ്ഞാല് മറ്റേ ഭക്ഷണം ആക്കുന്നത് പോലെ ഗ്യാസ് ഓൺ ആക്കുക, ഗ്യാസ് ഓഫ് ആക്കുക, അങ്ങനെ ഒരിക്കലും നടക്കൂല. അതായത് ബാങ്ക് കൊടുത്തതിനോട് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമുക്ക് ഖുശൂ കിട്ടൂല, അല്ലെങ്കിൽ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമുക്ക് ഖുശൂ കിട്ടൂല. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു
2 മണിക്കൂർ മുമ്പേ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, ഇന്ന സമയം ഇതാണ് യാ റബ്ബി. ആ സമയം കൊണ്ട് നിങ്ങൾ ദിക്കർ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. തെറ്റിൽ നിന്ന് മാക്സിമം ഒഴിവായിരിക്കണം. വേണ്ടാത്ത കാര്യങ്ങളോ സംസാരങ്ങളോ എല്ലാത്തിൽ നിന്നും ഒഴിവായിരിക്കണം. എന്നാൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ നിൽക്കുമ്പോൾ ഖുശൂഅോട് കൂടി നിസ്കരിക്കാൻ പറ്റും. പെട്ടെന്ന് വരുന്ന സംഭവമേ അല്ല. പ്രിപ്പയർ ചെയ്യാം. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഒരിക്കലും വിചാരിക്കേണ്ട ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. കാരണം ഇവ നോൺ മുസ്ലിംസിന് നമ്മൾ നോമ്പെടുക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. 15 മണിക്കൂർ എങ്ങനെ നിങ്ങൾ ഭക്ഷണം വെള്ളം ഇല്ലാണ്ട് നിൽക്കുന്നേ? പക്ഷെ നമുക്കത് ഡിഫിക്കൽട്ടാ, കഷ്ടപ്പാടുണ്ട ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പാക്കി തന്നിട്ടുണ്ട്. അതുപോലെ ഈ ഖുശൂഅോട് നിസ്കരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയും ഇതെങ്ങനെ ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റുന്നേ? ഇനിയിപ്പോ ഞാൻ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ഖുശൂഅോട് കൂടി നിസ്കരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട്. അത് കേട്ടാലേ നമ്മൾ പറയും യാ അല്ലാഹ് ഇങ്ങനൊക്കെ നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ഇതിലായിപ്പോ. അപ്പം അത് പറ്റൂല എന്ന് വിചാരിക്കരുത്. അവർക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കും പറ്റും. കാരണം അവർ എന്താക്കിയിട്ടുണ്ട്, നമസ്കാരത്തിന്റെ പുറത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇങ്ങനെ ദിക്ർ ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ട്, ഓർമ്മിച്ചുകൊണ്ട് നിന്നിട്ടുണ്ട്. എന്തൊക്കെയാണോ അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അതിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ടുണ്ട്. എന്നാലും മാത്രമേ നമസ്കാരത്തിൽ ഖുശൂ കിട്ടുള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പുറത്തെങ്ങനെയാണോ നിസ്കാരത്തിന്റെ പുറത്തെങ്ങനെയാണോ അത് തന്നെയാണ് നിസ്കാരത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത്. പണ്ഡിതന്മാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഖുശൂ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് എന്റെ ഹൃദയം ഫുള്ളായിട്ട് എല്ലാം അറിയുന്നവന്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്യാന്നുള്ളത്. എല്ലാം അറിയുന്നവൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പേര് വല്ല എടുത്ത് പറഞ്ഞത്, എല്ലാം അറിയുന്നവന്റെ മുന്നിൽ എന്റെ ഹൃദയം സബ്മിറ്റ് ചെയ്യാന്നുള്ളത്. 2 എന്ന് പറഞ്ഞാല് നോക്കുക എന്റെ ഹൃദയം എപ്പോഴാണ് സന്തോഷിക്കുന്നത്, എപ്പോഴാണ് എന്ത് കാര്യം വരുമ്പോഴാണ് സന്തോഷിക്കുന്നത്, എന്ത് കാര്യം വരുമ്പോഴാണ് സങ്കടപ്പെടുന്നത്, എന്ത് കാര്യം വരുമ്പോഴാണ് ബോറാവുന്നത്, എന്ത് കാര്യം വരുമ്പോഴാണ് ഭയങ്കര എക്സൈറ്റഡ് ആവുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമാണെങ്കിൽ നിങ്ങളെ ഹൃദയത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമസ്കരിക്കുമ്പോൾ ഖുശൂ വരും എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് പുറമേ ഉള്ള കാര്യമാണെങ്കിൽ ഒരു TV അവിടെ വെച്ചിട്ട് നിങ്ങൾ ഇവിടെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഖുശൂവിനെ പറ്റിയിട്ട് സംസാരിക്കേ വേണ്ട, നിങ്ങൾക്ക് ഖുശൂ കിട്ടാൻ പോകുന്നേ ഇല്ല. ഒരു റൂമിന്റെ ഉള്ളിൽ കുറെ ആൾക്കാർ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഖുശൂ കിട്ടാൻ പോകുന്നില്ല. നമുക്ക് നമ്മളതായ ഒരു സ്ഥലം വേണം. എന്റെയും അള്ളാഹിനോട് സംസാരിക്കുന്ന എനിക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലം എന്തായാലും നമുക്ക് വേണം. ഇത് എന്റെ സ്ഥലമാണെന്നുള്ളത്, എനിക്ക് എന്റെ റബ്ബിനോട് സംസാരിക്കുന്ന എന്റെ സ്ഥലം. അവിടെ ആൾക്കാരുടെ സംസാരമില്ല, വേണ്ട കൊച്ചപ്പാടില്ല, ഒന്നുമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കാം. ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ശരിക്കും നടന്ന സംഭവങ്ങൾ പറയാൻ പോകുകയാണ്. ഇത് ഞാൻ കേട്ടപ്പം 2 ദിവസം എനിക്ക് ഫുൾ ഔട്ടായിരുന്നു. ഞാൻ റബ്ബ് ഇതെങ്ങനെ ഈ ഒരു ഖുശൂ കിട്ടുക എന്നുള്ളത്. ഒരു സലഫ് വേറൊരു സലഫിനെ പറ്റിയിട്ട് പറയുന്നതാണ്. മുസ്ലിം ബിൻ യസാർ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് വേറൊരു സലഫ് പറയുന്നതാണ്. ഞാൻ ഇദ്ദേഹം നമസ്കാരത്തിൽ അനങ്ങുന്നത് കണ്ടിട്ടില്ല. ശ്രദ്ധിക്കണേ, നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാല് പിന്നെ ഇത് അനങ്ങുന്നത് ഞാൻ കണ്ടില്ല. അതിപ്പോ ചെറുതായാലും ചെറിയ നമസ്കാരമായാലും വലിയ നമസ്കാരമായാലും ഇദ്ദേഹം അനങ്ങുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. എത്രത്തോളം എന്ന് വിചാരിച്ചാല് ഒരിക്കലും നമ്മള് ശരിക്കും നടന്നതാണ്. ഒരിക്കലും നമ്മൾ പള്ളിയിൽ നിന്ന് നമസ്കരിക്കുന്ന സമയത്ത് പള്ളീന്റെ ചുമര് പെട്ടെന്ന് താഴേക്ക് വീണു. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഞാൻ അടക്കം ഓടി. പക്ഷെ ഇദ്ദേഹം അവിടെ തന്നെ ആ മുന്നിൽ കയ്യും കെട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ തന്നെ നിന്നിരുന്നു എന്നുള്ളത്. അത്രയും ഖുശൂ ആയിരുന്നു ഈ മുസ്ലിം ബിൻ യസാർ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹുക്ക് ഉണ്ടായത്. അപ്പം നിങ്ങൾക്ക് അത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു, യാ അല്ലാഹ് ഞാനിപ്പോ നിസ്കരിക്കുന്ന സമയത്ത് ഈ ഒരു ചുമര് താഴേക്ക് വീണെന്ന് ഞാൻ കൈയിട്ടിട്ട് ഓടുവോ അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുവോ? നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ ഓടൂലാന്ന് തന്നെ ആണെങ്കിൽ നിങ്ങളും അതുമായിട്ടൊരു കണക്ഷൻ വന്ന് എന്നർത്ഥം. അടുത്തതെന്ന് പറഞ്ഞാല് ഒരു സലഫ് നമസ്കരിക്കുന്നതായിരുന്നു. പണ്ടിന് നമസ്കരിക്കുന്നതായിരുന്നു. ആ നമസ്കരിക്കുന്ന സമയത്ത് ഒരു ഈച്ച ഇങ്ങനെ മുഖത്ത് നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഈ ഒരാൾ അനങ്ങുന്നേ ഇല്ല, ഈ ഒരു സലഫ് അനങ്ങുന്നേ ഇല്ല. എന്നിട്ട് വേറൊരാൾ വന്നിട്ട് ചോദിച്ചു, ഇത്രയും ഈച്ച അടങ്ങാറാക്കിയിട്ട് ഒന്നും അടങ്ങാറായിട്ടില്ല, ഇങ്ങനെ ഈച്ച ഇങ്ങനെ അടങ്ങാറാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ നിസ്കരിക്കാൻ അടങ്ങാറായിട്ടില്ലേ എന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താന്ന് വിചാരിച്ചാല് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഒരു സാധനവും എന്റെ നമസ്കാരം അടങ്ങാറാക്കാൻ പറ്റൂല എന്നുള്ളത്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ഇതൊരു ഈച്ചയല്ലേ, ഈച്ച അടങ്ങാറാക്കാൻ നമുക്ക് എന്തായാലും ഒരു എന്തെല്ലാം വരാം, നമ്മൾ നിസ്കരിക്കുമ്പോൾ ഈച്ച വന്നിട്ട് ഇങ്ങനെ കളിക്കാൻ നമുക്ക് എന്തായാലും ഒരു അടങ്ങാറാവൂലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താന്ന് വിചാരിച്ചാല് ഈ ലോകത്തിൽ എത്രയോ ആൾക്കാരുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലനെ അനുസരിക്കാതെ നിൽക്കുന്നത്. അവർക്ക് അത്രയും ക്ഷമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പം ഞാനിത് ആരെ മുന്നിലാണ് ഉള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ മുന്നിലാണ് ഉള്ളത്. അള്ളാന്റെ മുന്നിൽ കൈ കെട്ടിക്കഴിഞ്ഞാൽ എന്തില്ല, എനിക്ക് വെള്ളം ഹറാമായി, എല്ലാ കാര്യങ്ങളും ഹറാമായി. ആ അള്ളാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു ഈച്ചയാണോ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കേണ്ടത്? ഇല്ല, ഞാൻ എന്റെ റബ്ബുമായിട്ട് സംസാരിക്കുന്നത്. എനിക്ക് ആ ഈച്ചയൊന്നും വലിയ പ്രശ്നേ അല്ല എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ
പണ്ഡിതന്മാർ പറയുന്നുണ്ട് അബ്ദുല്ല ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നമസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഒരു വട്ടി പോലെയാണെന്നാ പറഞ്ഞത്. നമുക്ക് തോന്നൂല അത് മനുഷ്യനാണ്, ഒരു വടി പോലെ ഇങ്ങനെ നിൽക്കും എന്നാ പറഞ്ഞത്. അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങൂല എന്നുള്ളത്. അത്രയും ഒരു വടി എങ്ങനെ നിൽക്കുക അതുപോലെ ഉണ്ടാവാന്ന് പറയുന്നുണ്ട്. അത് ഫൗരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹറമില് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ട് അവിടെ നമസ്കരിക്കുന്നതാണ്. മഗ്രിബ് ബാങ്ക് കൊടുത്തു, മഗ്രിബ് നമസ്കരിച്ചു. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർ പറയുന്നതാണ് അദ്ദേഹം എന്താക്കി, സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റു, സുജൂദിലേക്ക് പോയി. പിന്നെ അദ്ദേഹം സുജൂദിന്ന് തല പൊന്തിച്ചത് ഇശാന്റെ സമയമായപ്പോഴാണെന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അതായത് ആ ഒരു മഗ്രിബ് കഴിഞ്ഞ് സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് സുജൂദിലേക്ക് പോയതാണ്. പിന്നെ ആ തല പൊന്തിയത് ഇശാന്റെ സമയമായപ്പോഴാണെന്ന് പറയുന്നുണ്ട്. സുഫയാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം നമസ്കരിക്കുന്നതാണ്, സുജൂദിലേക്ക് പോയി. അപ്പൊ വേറൊരാള് പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെ തവാഫ് ചെയ്ത് ഒരു തവാഫ് ചെയ്ത് തിരിച്ചു വന്നപ്പോ സുഫയാൻ റളിയല്ലാഹു സുജൂദിലാണുള്ളത്. പിന്നെയും തവാഫ് ചെയ്ത് പിന്നെയും നോക്കുമ്പം സുജൂദിലാണുള്ളത്. കുറെ നേരം സുജൂദിലാണുള്ളത്. അങ്ങനെ അദ്ദേഹം എന്താക്കി, എന്റെ വീട്ടിലേക്ക് വന്നു, ഒരു ഗസ്റ്റ് ആയിട്ട് ഭക്ഷണത്തിന് എന്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. സുഫയാൻ റളിയല്ലാഹു നല്ലോണം ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഞാൻ എന്ത് കൊടുത്തു, മധുരം കൊടുത്തു. ആ മധുരവും അദ്ദേഹം നല്ലോണം കഴിച്ചു. എന്നിട്ട് പിന്നെയും ഞാൻ മധുരം കൊടുത്തു, അതും നല്ലോണം കഴിച്ചു. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം സുഫിയാൻ റളിയല്ലാഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഓക്കെ ഇനി എന്നെ നീ ഫീഡ് ചെയ്തു, ഇനി ഞാൻ പണിയെടുക്കാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് രാത്രി നമസ്കരിക്കാൻ വേണ്ടി നിന്നു. എന്നിട്ട് അത് രാവിലെ ആയപ്പോ തീർന്നത് എന്ന് പറയുന്നുണ്ട്. അത്രയും കണക്ഷൻ ആയിരുന്നു അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിട്ടുള്ളത്. അവർക്ക് ഭക്ഷണം കഴിക്കുന്നത് ഒരു ഇബാദത്തായിരുന്നു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിട്ട് എനിക്ക് കൂടുതൽ സമയം നിൽക്കണം, എനിക്ക് സ്ട്രോങ് ആയിരുന്നു, അതിനു വേണ്ടിയായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ മസ്ജിദിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സഹാബി വരുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നിട്ട് സലാം പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കി എന്നിട്ട് പറഞ്ഞു, പോയി നമസ്കരിക്കും, നീ നിസ്കരിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെ പിന്നെയും പോയി, പിന്നെയും വന്നു, സലാം അടക്കി, സലാം ഇതാക്കി, എന്നിട്ട് പിന്നെയും പറഞ്ഞു, നീ നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിക്കുക എന്നുള്ളത്. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം സഹാബി പറഞ്ഞു, എനിക്ക് ഇങ്ങനെ അറിയുള്ളൂ. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, എങ്ങനെയാ നിസ്കരിക്കണ്ടേന്ന് പറഞ്ഞു. നിങ്ങൾ നിൽക്കുക, അല്ലാഹു അക്ബർ എന്ന് പറയാ, ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക. റുക്കൂലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റില്ലാകുന്നത് വരെ, ഇങ്ങനെ സ്റ്റെക്ക് ആകുന്നത് വരെ നിങ്ങൾ നിൽക്കുക, റുക്കൂലേക്ക് നിൽക്കുക. പിന്നെ റുക്കൂന്ന് എണീച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റെക്ക് ആകുന്നത് വരെ അവിടെ തന്നെ നിൽക്കുക. എന്നിട്ട് സുജൂദിൽ പോയാലും ഒരു സ്റ്റെക്ക് ആകുന്നത് വരെ അവിടെ തന്നെ നിൽക്കുക. അപ്പൊ അത്രയും നേരം നമ്മൾ സുജൂദിലും റുക്കൂലും നിൽക്കണം എന്നാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ നിസ്കരിച്ചിട്ടില്ല എന്നുള്ളത്. നമ്മൾ നോക്കാം നമ്മളെ നമസ്കാരം എങ്ങനെയാണെന്നുള്ളത്. ഇനി ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുയുടെ. ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയാ മരിച്ചതെന്ന് ആർക്കെങ്കിലും അറിയോ? നമസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴല്ലേ? ആ, ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ബാക്കിന്ന് ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ ഇസ്തഉ എന്ന് പറഞ്ഞു, സഫൊക്കെ ശരിയാക്കി, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടി പെട്ടെന്ന് തന്നെ ബാക്ക് നിന്ന് വന്നിട്ട് കുത്തി. ഓക്കെ, അതുവരെ ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഏതാ ഓതുന്നതെന്ന് അറിയില്ല, ഓതിക്കൊണ്ടിരിക്കുന്നതാണ്, പെട്ടെന്നാണ് വന്നിട്ട് കുത്തുന്നത്. പിന്നെ അവിടെ സൈലന്റ് ആയി. അപ്പം ഉമർ റളിയല്ലാഹുവിന്റെ ബാക്കില് നേരെ മുമ്പത്തെ സോഫയിൽ ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടല്ലോ, പക്ഷെ ബാക്കത്തെ സോഫയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നും അറിയില്ല, ഇതിങ്ങനൊന്നും ഒച്ചയൊന്നും കേൾക്കുന്നില്ല. അപ്പൊ അവർ ഒച്ചത്തില് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഉമർ റളിയല്ലാഹു അൻഹു എന്താക്കി, ആ ഒരു ഫുൾ ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ട്, ആ ഒരു ക്ഷീണത്തില് ബാക്കിൽ നിൽക്കുന്നത് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടുണ്ടാക്കി മുമ്പിൽ അവിടെ പിടിച്ചു നിർത്തി. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു സൈഡോട്ട് അവിടെ പോയിട്ട് അവിടെ വീണു. എന്നിട്ട് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു നമസ്കാരം കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. നമസ്കാരം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം എല്ലാവരും എന്താക്കി, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോയി. ഉമർ റളിയല്ലാഹു അൻഹു ഇത് പോയി, ബോധം പോയി. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഇതിപ്പോ ബോധം വരുത്തിക്കണ്ടേ, എന്താ ചെയ്യാന്ന് പറഞ്ഞപ്പം ഒരു സഹാബി പറഞ്ഞു, ഒന്നുമില്ല, നമസ്കാരത്തിന്റെ സമയമായി എന്ന് പറഞ്ഞാൽ മതി, ഉമർ റളിയല്ലാഹു അൻഹു എണീക്കും എന്നുള്ളത്. എല്ലാവരും പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, നമസ്കാരത്തിന്റെ സമയം. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു എണീച്ചിട്ട് പറഞ്ഞു, യാ അല്ലാഹ്, നമസ്കാരത്തിന്റെ സമയമായ. അത്രയും ബോധമില്ലാത്ത സമയം വരെ ഉമർ റളിയല്ലാഹു അൻഹുവിന് ആ നമസ്കാരം എന്ന് പറയുന്നത് അത്രയും വാല്യൂ ഉള്ളതാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ നമസ്കരിച്ചോ? നമ്മളാണെങ്കിൽ അലാറടിക്കും, ആയിട്ടില്ല, കുറച്ചും കൂടി കഴിയട്ടെ, കുറച്ചും ഒരു 5 മിനിറ്റ് ചെയ്യട്ടെ, ഒരു 10 മിനിറ്റ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ നോക്കുക, നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഞാനും അള്ളയും തമ്മിലുള്ളതും അവർക്കും എനിക്ക് തന്ന സെയിം സംഭവം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും കൊടുത്തത്. കണ്ണ്, മൂക്ക്, വായ് ഇതൊക്കെ തന്നെയാണ് കൊടുത്തത്. പക്ഷെ അവർ അള്ളയായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ അള്ളയായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു നോക്കുക.
എനിക്ക് ഇപ്പം എല്ലാവരും ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യണം, അവിടെ പോണം ഇവിടെ പോണം, അത് ചെയ്യണം ഇത് ചെയ്യണം, ആ ഒരു സംഭവം തന്നെയാണ് നോക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ഖുശു വരാനേ പോകുന്നില്ല. ഫുൾ ടൈം പാർട്ടി, കല്യാണം, ഡാൻസ്, പാട്ട്, മ്യൂസിക് ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന്റെ ഖുശു വരുന്ന ഒരിക്കലും വിചാരിക്കണ്ട. അപ്പം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടിപ്പ് എന്താണെന്ന് വിചാരിച്ചാല് ഇത് വരണമെങ്കിൽ ഒന്നാമത്തെ കാര്യം പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇതിനെ പറ്റി ശരിക്കും പഠിക്കുക. എന്താണ് നമസ്കാരം, എത്രത്തോളാണ്, നമുക്കിപ്പോ ഈ ഒരു ടൈം ലിമിറ്റിൽ ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഒരുപാടുണ്ട്, പക്ഷെ ഇത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശരിക്കും പഠിക്കുക. എന്താണ് നമസ്കാരം, അള്ളാന്റെ മുന്നിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഈ സമയത്ത് ഈ ഉമ്മത്തിലെ ആൾക്കാർ പഠിക്കാൻ ഭയങ്കരമായിട്ട് റെഡിയാണ്, പക്ഷെ അത് ലൈഫിൽ കൊണ്ടുവരാൻ ആരും റെഡിയല്ല. നമ്മൾ എല്ലാ ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അത് നമ്മുടെ ഒരു പേഴ്സണലി ആവശ്യത്തിന് വരുമ്പോൾ നമ്മളെ ലൈഫിൽ അത് വരുന്നില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നല്ലോണം മനസ്സിലാക്കുക. അള്ളാഹ് ആരാണ്, എന്താണ്. അള്ളാഹിനോട് തന്നെ ചോദിക്കുക, അള്ളാഹ് നീ എനിക്ക് കാണിച്ചു നീ ആരാണെന്നുള്ളത്, നീ എനിക്ക് പറഞ്ഞു. ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പഠിക്കുക. മൂന്നാമത്തെ കാര്യം, മരണത്തിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. ഏത് മൊമെന്റും ഞാൻ മരിച്ചു പോകും എന്നുള്ള ആ ഒരു ചിന്ത വരിക. അള്ളാഹിട്ട് ഞാൻ പറയുന്നതാണ്, നിങ്ങളെ ലൈഫ് മാറും. എപ്പൊക്കെ നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഇനി അടുത്തത് ഞാൻ ഖബറിലേക്കാണ്, ഞാൻ ഖബറിലേക്കാണെന്ന് ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ. കാരണം ഈ ഒരു ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് കേൾക്കുന്നത്, കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്തതിന് അത് വീട്ടിലെത്തിയിട്ട് നിസ്കരിക്കുക. ആരറിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ നിസ്കരിക്കുക എന്നുള്ളത്. വീട്ടിലെത്തി കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എനിക്ക് വേണ്ടിയിട്ടായിരിക്കും നിസ്കരിക്കുന്നുണ്ടാവുക. കല്യാണത്തിൽ പോയാല് വേറെ പണിയൊന്നുമില്ലല്ലോ, അത് വെറുതെ സോഫ മേലിൽ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ. എന്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് പോയി കൂടാ അള്ളാഹ് വിളിക്കുന്ന സമയത്ത്. ജസ്റ്റ് നമ്മളോട് തന്നെ ചോദിക്കുക ഏത് ലെവലിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത്. നാലാമത്തെ കാര്യം, ഒരു സ്ഥലം നിങ്ങൾക്കായിട്ട് മാറ്റി വെക്കുക. അതായത് ഒരു ഡിസ്ട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇത് എന്റെ സ്ഥലം. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് വേറെ TV അങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. ഫോൺ എന്താക്കുക, സൈലന്റ് ആക്കിയിട്ട് നിങ്ങളെ ഫോൺ നിങ്ങൾ അടുത്ത് വെക്കേ വേണ്ട. ആ ഒരു കുറച്ച് സമയം കൊണ്ട് എന്തായാലും ലോകം അടിമാറിന് വീഴൊന്നും ചെയ്യൂല. നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് മീറ്റിംഗിലാണുള്ളത്. ഫോണൊക്കെ മാറ്റുക. ഓതുന്നത് സൂറത്തുകൾ ഓതുന്നത് മാറ്റി പിടിക്കുക. ഒരേ സൂറത്ത് തന്നെ ഓതാതിരിക്കുക. ഒരേ സൂറത്ത് തന്നെ ഓതും അതൊരു ശീലായി മാറും. പിന്നെ നമുക്ക് ഖുശു വരൂല. നേരെ മറിച്ച് പഠിച്ച സൂറത്തുകൾ ലൈഫിൽ കൊണ്ടുവരിക. ബക്കറ പഠിച്ചില്ലെങ്കിൽ ആ ബക്കറ മൊത്തമായിട്ട് ഓതുക. സുബഹിനൊക്കെ ബക്കറ മൊത്തമായിട്ട് ഓതാൻ വേണ്ടിയിട്ട് നോക്കുക. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, എത്ര നിങ്ങൾ സുജൂദ് കൂടുതലാക്കുന്നോ റുക്കു കൂടുതലാക്കുന്നു അത്രയും നിങ്ങൾക്ക് ഖുശു കിട്ടും. അള്ളാഹിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആ റുക്കൂലും സുജൂദിലും പറയുന്ന ദുആ 10 പ്രാവശ്യമൊക്കെ മാക്സിമം പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് 3 or 4 അല്ല, 10 പ്രാവശ്യം വരെ പോയിട്ടുണ്ട്. ഏഴാമത്തെ കാര്യം, തഹജ്ജുദ് ഒരു റക്അത്തെങ്കിലും ആ ഒരു സമയത്ത് നിങ്ങളെ നഫ്സിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് അവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നോക്കുക. ഈസിയാണ്, പറ്റും, പറ്റാതിരിക്കൂല. പറ്റാത്ത കാര്യം ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലും പറയേയില്ല. എട്ടാമത്തെ കാര്യം, മെയിൻ ആയിട്ടുള്ള കാര്യം, കമ്പനി. നിങ്ങൾ ആരുമായിട്ടാണ് സുഹൃത്ത് ബന്ധം കൂട്ടുന്നത് എന്നുള്ളത്. നിങ്ങൾ ഭയങ്കര ജോളി അടിക്കുന്ന ഒരാളൊപ്പരാണ് കൂടുതൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഖുശു നിങ്ങൾക്ക് വരാനേ പോകുന്നില്ല. നേരെ മറിച്ച് അള്ളാഹിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ അടുത്താണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഖുശുവും ഓട്ടോമാറ്റിക് ആയിട്ട് മെല്ലണ വന്നുകൊണ്ടിരിക്കും. ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ബിസി ആവുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ ബിസി ആവുക. എന്ത് കാര്യം ആയിക്കോട്ടെ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണോ, ഞാൻ ബിസി ആവുക, ഫുൾ ബിസി ആവുക. കാരണം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഖുശുവായിട്ട് എന്താ ബന്ധം എന്നുള്ളത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ നമസ്കാരത്തിന്റെ പുറത്ത് എങ്ങനെയാണോ അതാണ് നിങ്ങൾ നിസ്കാരത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത്. നിസ്കാരത്തിന്റെ പുറത്ത് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർമ്മിച്ചുകൊണ്ട് ദിക്ർ ചെയ്തുകൊണ്ട് അള്ളാഹിനെ ഓർമ്മിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിനെങ്കിൽ പിന്നെ നിസ്കാരത്തിന് ടൈം ആയാലും നിങ്ങൾ ഒരു ഡയറക്ഷൻ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന ഡയറക്ഷനത്തിന് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർമ്മിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ അതിനകത്ത് ഇത് എവിടത്തേക്കാ പോകുന്നത് എന്നുള്ളത്. അതെന്നും മനസ്സിലിട്ടിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ ഇനി നിസ്കരിക്കുന്ന സമയത്ത് വെറുതെ ഉള്ള ഒരു നിസ്കാരം ഒരു ശീലാക്കി മാറ്റാതെ, ഇത് എന്റെ റബ്ബിനുള്ളതാണ്, എന്റെ ഖബറിലെ വെളിച്ചാണ്, അങ്ങത്യാലെ അവിടെയുമുള്ള ഒരു വെളിച്ചാണ്, 100 ലെവലിലേക്ക് സ്വർഗ്ഗമുണ്ട്, അടുത്തേക്കുള്ള ഒരു ഹൈ ലെവലാണ്, പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നിൽക്കാനുള്ളതാണ് ഈ നിസ്കാരം എന്ന് പറയുന്നത്. ഇത്രയും ബെനിഫിറ്റ് ഉണ്ടായിട്ടും എനിക്ക് അതിനെ ഞാൻ ഇങ്ങനെ യൂസായിട്ട് കാണുന്നതാണെങ്കിൽ ശരിക്കും നോക്കുക എന്റെ റബ്ബ് എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. ഇനി ലാസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഞാൻ ഇതും കൂടി പറഞ്ഞിട്ട് നിർത്തുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഞാൻ നമസ്കാരത്തിന് ഇത്രയും പറഞ്ഞത് കൊണ്ട് ഫസ്റ്റ് ഇനിയിപ്പോ നെക്സ്റ്റ് നിങ്ങൾ നിസ്കരിക്കാൻ പോവാം, ഇതൊന്ന് മൈൻഡ് കണ്ടിട്ട് നിസ്കരിക്കുക. ഇതൊരാൾ ഒരു പോയം പോലെ ഇതാക്കിയതാണ്, അതുപോലെ തന്നെ വായിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ എന്നുള്ള അതിന്റെ അർത്ഥമാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും ആ ഒരു വ്യക്തി പറഞ്ഞതാണ്,
അള്ളാഹു അക്ബർ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹായിട്ടുള്ള കണക്ഷൻ നിർബന്ധമാണ്. എന്റെ റബ്ബ് അക്ബർ ആണെന്നുള്ള ഓർമ്മ നിർബന്ധമായിട്ടുണ്ടാവണം. പേടിയുണ്ടെങ്കിൽ എനിക്ക് സംരക്ഷണം തരുന്നത് അൽ അക്ബർ ആണ്. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്കത് തരുന്നത് അൽ അക്ബർ ആണ്. എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതും മാറ്റി തരുന്നത് അൽ അക്ബർ ആണ്. എനിക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അത് ഞാൻ അൽ അക്ബറിനോട് മാത്രം. എനിക്ക് എന്തെങ്കിലും ഒരു തൂണ് വേണം, എനിക്ക് സപ്പോർട്ടിന് എന്തെങ്കിലും വേണം എന്നാണെങ്കിൽ എന്റെ അൽ അക്ബർ ഉണ്ട് എന്റെ കൂടെ, എന്റെ സപ്പോർട്ടായിട്ട്. എന്ത് കാര്യം അൽ അക്ബറിന്റെ കൂടെ വെച്ചോ അതൊക്കെയും നശിക്കും. പക്ഷെ അൽ അക്ബർ എന്നും എന്റെ കൂടെ ഉണ്ടാവും. എനിക്ക് എന്തെങ്കിലും എന്റെ ലൈഫിൽ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് സഹിക്കാൻ പറ്റാത്തത്, എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കണ്ണ് ആൾക്കാരുടെ ഇടയിലാണ്. ആരെന്നെ സഹായിക്കും എന്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. പക്ഷെ ഞാൻ എന്റെ അൽ അക്ബറിനെ ഞാൻ കണ്ടില്ല, ഞാൻ നോക്കിയില്ല അൽ അക്ബറിനെ. നിങ്ങൾ പറ അല്ലാഹു അക്ബർ, അവനോട് ചോദിക്കും. അതായത് അവനോട് ഫുൾ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഞാനിപ്പം ഒരു മനുഷ്യനിലെ എല്ലാ കാര്യങ്ങളും ഞാൻ അവനോട് പറയുന്നത്, ഞാൻ എല്ലാ വിശ്വാസവും ഒരു മനുഷ്യനിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ എന്നെ വിട്ടിട്ട് പോകും. പക്ഷെ അൽ അക്ബർ എന്നും എന്റെ കൂടെ ഉണ്ടാവും. അൽ അക്ബർ എനിക്ക് വേണ്ടിയിട്ട് അവന്റെ ഡോറ് തുറന്നു വെച്ചിരിക്കുന്നതാണ്. അൽ അക്ബർ ചോദിക്കുന്നതാണ്, ആരാണ് എന്നെ വിളിക്കുന്നത്, ആരാണ് എന്റെ അടുത്തേക്ക് വരുന്നത്, ആർക്കാണ് ഇഷ്ടമുള്ളത് എന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, ആർക്കാണ് ഞാൻ പുറത്തു തരേണ്ടത്, ആരും എന്റെ അടുത്തേക്ക് വരുന്നില്ലേ. അൽ അക്ബർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അൽ അക്ബർ തരുന്നതാണ്. ഒരിക്കലും അൽ അക്ബർ എന്താക്കുന്നില്ല, ടയേർഡ് ആവുന്നില്ല ചോദിച്ചിട്ട്. ആർക്കാണോ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ടയേർഡ് ആവുന്നില്ല. നിങ്ങളാണെങ്കിലോ എന്റെ അടുത്തേക്ക് വരാൻ ടയേർഡ് ആവുന്നതാണ്. നിങ്ങൾക്കാണ് ക്ഷീണം, എനിക്കതില്ല. ഞാൻ നിങ്ങൾക്ക് തരാൻ റെഡിയാണ്, പക്ഷെ നിങ്ങളാണ് എന്റെ അടുത്തേക്ക് വരാൻ ഭയങ്കരമായിട്ട് ക്ഷീണം കാണിക്കുന്നത്. എന്നിട്ടാണോ ലാസ്റ്റ് ആയിട്ട് ആ ഒരാൾ പറയുന്നതാണ്, ഇത്രയും അൽ അക്ബർ നിന്റെ കൂടെ ഉണ്ടായിട്ടാണോ ഈ അടിമനോട്, ഈ ഒരു സൃഷ്ടിനോട് നീ നിന്റെ കാര്യങ്ങൾ പറഞ്ഞ് വിഷമങ്ങൾ പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നത്? നിന്റെ കൂടെ അൽ അക്ബർ ഇല്ലേ? എത്രത്തോളം നീ ചോദിക്കുന്നു അത്രത്തോളം നിന്റെ അൽ അക്ബർ സന്തോഷിക്കുന്നതാണ്. എന്റെ അടിമ എന്റെ അടുത്ത് വന്നില്ലേ എന്നുള്ള ആ ഒരു കാര്യം സന്തോഷിച്ചിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് നീ ചോദിക്കുന്നുണ്ടെങ്കിൽ അൽ അക്ബറിനോട് മാത്രം ചോദിക്കുക. ഇതാണ് അല്ലാഹു അക്ബർ എന്നുള്ള ആ ഒരു അർത്ഥം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പം ഇതായിരുന്നു നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൽ അക്ബർ, അള്ളാഹ് ഉണ്ട് കൂടെ. വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ട് കൂടെ, ഞാനാണ് തരേണ്ടത്. നീ എന്നോട് ചോദിക്കുക, എന്റെ അടുത്തേക്ക് വാ. എനിക്ക് ടയർഡ് ആവുന്നില്ല, എനിക്ക് ക്ഷീണില്ല, നിനക്കാണ് ക്ഷീണം, നീ എന്ത് എന്റെ അടുത്തേക്ക് വരാത്തേന്നുള്ളത്. രണ്ടാമത്തത്, ഞാൻ എല്ലാം വിട്ടു യാ റബ്ബി, എനിക്ക് ഒരാളും ഇല്ല എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, നീ മാത്രമേ ഉള്ളൂ. അല്ലാഹ് എല്ലാം ബാക്കോട്ട് കയറിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് ഇൻഷാ അല്ലാഹ് നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരിക. പേഴ്സണലി ഞാൻ പറയുന്നതാണ്, ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാല് നിങ്ങളെ നിസ്കാരത്തിന് ഭയങ്കര മാറ്റം വരും. വേണ്ടാത്ത സമയങ്ങള്, വേണ്ടാത്ത കാര്യങ്ങൾ കാണുക, കേൾക്കുക, അതൊക്കെ ഒഴിവാക്കുക. നമുക്ക് വേണ്ട, ഇത് കണ്ടിട്ട് കാര്യമില്ല എന്നാണെങ്കിൽ അത് ഒഴിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ചോദ്യം വരും, എങ്ങനെ സമയം കളഞ്ഞു എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തുബു ഇലൈക്. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم. السلام عليكم ورحمة الله وبركاته.